ഇന്ന് പ്രധാനമായി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അമേരിക്കയിലും ഇതര രാജ്യങ്ങളിലും ശക്തമായി പ്രവർത്തിക്കുകയും ജനസംഖ്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരുപദേശ വിഭാഗമായ യഹോവ സാക്ഷികളെക്കുറിച്ചാണ്. അതിനുശേഷം നമുക്ക് സമയം ലഭിക്കുന്നുവെങ്കിൽ ചില നിമിഷങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ശാബതുകാരെക്കുറിച്ചും ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. അതെല്ലാം ഓർപ്പിക്കാൻ സമയം കിട്ടുകയില്ല എങ്കിൽ നാളെയുള്ള ക്ലാസ്സിൽ ആരംഭ ഭാഗത്തും ശാബതുകാരെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാലും. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളത് അല്ല. അത് എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ആദ്യ ദിവസം ഞാൻ ഓർപ്പിച്ച ഭാഗം നിങ്ങൾ തെറ്റിപ്പോകാൻ കാരണം യേശുവിനെ ചോദ്യം ചെയ്തവരോട് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകൾ ദൈവശക്തി. തിരുവെഴുത്ത് എന്ന് വേദപുസ്തകത്തിന് പറയുവാൻ കാരണം ഇത് അച്ചടിച്ചിരിക്കുന്ന കടലാസ് വിശുദ്ധമായതുകൊണ്ടല്ല, മഷി വിശുദ്ധമായതുകൊണ്ടല്ല. ഇത് ദൈവത്തിൽ നിന്ന് ലഭിച്ച അരുളപ്പാടുകളും ആലോചനകളും കൽപ്പനകളുമായതുകൊണ്ടാണ് ഇതിനെ തിരുവെഴുത്തെന്ന് പറയുന്നത്, വിശുദ്ധ വചനം എന്ന് പറയുന്നത്. എന്നാൽ അതുകൊണ്ട് പുസ്തകം നമ്മൾ അയോഗ്യമായി കൈകാര്യം ചെയ്യുവാനും പാടില്ല. ഇത് വചനങ്ങളാണ്. 119-ാം സങ്കീർത്തനത്തിൽ നാം ധ്യാനിച്ചതുപോലെ, നിന്റെ കൽപ്പനകൾ എനിക്ക് പ്രിയമാണ്, അത് തേനിനേക്കാളും തേൻകട്ടേക്കാളും മധുരമാണ്. എന്നാൽ നിന്റെ ന്യായപ്രമാണത്തെ എതിർക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ദുരുപദേഷ്ടാക്കളെല്ലാം അഗ്രസീവാണ്, അവർ വളരെ വീര്യത്തോടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളോ പാസീവാണ്. പറഞ്ഞിരുന്നാൽ തണുപ്പൻ പരുവത്തിലാണ്. ലവോദിക്ക സഭയുടെ രീതിയിലാണ്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. എനിക്കെല്ലാം അറിയാം, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല. ഇതേ രീതിയിൽ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും സഭ വളരാതിരിക്കുന്നത്, മുന്നോട്ട് പോകാതിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രധാന വിഷയം യഹോവയുടെ സാക്ഷികൾ, യഹോവാസ് വിറ്റ്നസസ്. ഇതിന്റെ സ്ഥാപകന്റെ പേര് റസൽ എന്നാണ്. ചാൾസ് ടാസ് റസൽ. പെൻസിൽവേനിയയിലുള്ള ഒരു സ്ഥലമാണ്, അലിഗേനി ഭാഗത്ത്. പിറ്റ്സ്ബർഗ് ചിലരെങ്കിലും പോയിട്ടുണ്ട്. 1852 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് റസൽ, ചാൾസ് ടാസ് റസൽ ജനിച്ചത്. 18-ാമത്തെ വയസ്സിൽ താൻ പിറ്റ്സ്ബർഗിൽ ഒരു ബൈബിൾ ക്ലാസ് രൂപീകരിച്ചു. താൻ അവിടെയുള്ള ഒരു കോൺഗ്രിഗേഷണൽ സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കോൺഗ്രിഗേഷണൽ ചർച്ച് എന്ന് പറഞ്ഞിരുന്നാൽ അതൊരു എപ്പിസ്കോപ്പേലിയൻ ചർച്ചാണ്. ഇവിടെയൊക്കെ കോൺഗ്രിഗേഷണൽ ചർച്ചസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ തന്നെ പ്രെസ്ബിറ്റേറിയൻ സഭയുണ്ട്. പ്രെസ്ബിറ്റേറിയൻ പല സഭകളുണ്ട്. പിന്നെ ബാപ്റ്റിസ്റ്റ് സഭയുണ്ട്, മെത്തഡിസ്റ്റ് ഉണ്ട്, കോൺഗ്രിഗേഷണൽ സഭകളൊക്കെയുണ്ട്. അപ്പോൾ പ്രെസ്ബിറ്റേറിയൻ കോൺഗ്രിഗേഷണൽ സഭകളെല്ലാം ശിശുസ്നാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ശിശുസ്നാനമാണ് പ്രാക്ടീസ് ചെയ്തു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ബൈബിൾ ക്ലാസ് ഒക്കെ താൻ രൂപീകരിച്ചു. അതിൽ താൻ അസംതൃപ്തനായി. അവിടെയുള്ള ചില ഉപദേശിമാർ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ പാപം ചെയ്ത് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ
ആകുന്നവർക്ക് ഭയാനകമായ ന്യായവിധി വരും എന്നുള്ളത് താൻ പലപ്പോഴും കേട്ടു. അതിനോട് തനിക്ക് വലിയ വൈരാഗ്യം തോന്നി, എതിർപ്പ് തോന്നി. ഡോക്ട്രിൻ ഓഫ് ടോർമെന്റ്, ഇറ്റേണൽ ടോർമെന്റ്, നിത്യശിക്ഷാവധി എന്നുള്ള ഉപദേശത്തോട് തനിക്ക് വിയോജിപ്പ് തോന്നി. അതിനുശേഷം താന് സ്വന്തമായിട്ട് ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഹെറാൾഡ് ഓഫ് ദ മോർണിംഗ്, പ്രഭാത ദൂതൻ എന്നൊക്കെ. ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ ഘോഷകൻ എന്നാണ്. അപ്പോ ഹെറാൾഡ് ഓഫ് ദ മോർണിംഗ്, പ്രഭാത സായാഹ്ന പത്രം എന്നൊക്കെ പറയുന്നതിന് പകരം പ്രഭാതദൂതൻ എന്നുള്ള ഒരു ചെറിയ പ്രസിദ്ധീകരണം താന് ആരംഭിച്ചു. ഇതിനുശേഷം വാച്ച് ടവർ അനൗൺസിംഗ് ജെഹോവാസ് കിങ്ഡം. വാച്ച് ടവർ, ഒരു ഗോപുരം ഉണ്ടാക്കിയാൽ അതിൽ നിന്നുകൊണ്ട് സൂക്ഷിക്കണം. അതിന് വാച്ച് ടവർ സൊസൈറ്റി എന്നൊക്കെ താന് പേര് കൊടുത്തു. ആദ്യം 6000 കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാസികയ്ക്ക്. ഇപ്പോൾ അവരുടെ സ്ഥിതിവിവര കണക്കനുസരിച്ച് 106 ഭാഷകളിലായി 170 17.8 മില്യൺ കോപ്പീസ് അവർ പ്രസിദ്ധീകരിക്കുന്നു. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 1,70,00,000 പരം കോപ്പികൾ അവരുടെ മാസികയുടെ പ്രസിദ്ധീകരണം നടത്തുന്നു. സാഹിത്യത്തിൽ പറയുന്നുണ്ട്, പടയാളിയുടെ പടവാളിനേക്കാൾ മൂർച്ചയുള്ളത് എഴുത്തുകാരന്റെ തൂലികയാണ്. അവര് പറയുന്നുണ്ട്, പബ്ലിഷ് ഓർ പെരിഷ്, പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ നശിക്കുക. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട്, മിഷണറിമാർ വന്ന് ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് വായിക്കാൻ തന്നു. സത്യമാണ്. മിഷണറിമാർ വന്ന് ഞങ്ങളെ അക്ഷരം പഠിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് വായിക്കാൻ പുസ്തകവും തന്നു. അതുകൊണ്ട് അതിന് വിപ്ലവ സാഹിത്യം എന്നാണ് പറയുന്നത്. വിപ്ലവമാണ് അല്ലേ? മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ വരുത്തുന്നതാണ് അവരുടെ സാഹിത്യങ്ങളോ. 1884 സയോൺസ് വാച്ച് ടവർ ട്രാക്ട് സൊസൈറ്റി എന്ന പേരിൽ താനൊരു സംഘടന തുടങ്ങി. പിറ്റ്സ്ബർഗിലായിരുന്നു. അതിനുശേഷം 6 വാല്യങ്ങളായി താൻ പുസ്തകവും എഴുതി. താൻ ഏതെങ്കിലും സഭയിൽ നിന്ന് ഓർഡിനേഷൻ ലഭിച്ചയാളല്ല, തന്നെ ആരും ഓടുകയും ചെയ്തിട്ടില്ല. പക്ഷേ താൻ സ്വന്തമായി പഠിച്ച് ആ താല്പര്യത്തിലും പ്രയത്നത്തിലും കൂടെ മുന്നേറിയതായ ഒരു വ്യക്തിയാണ്. തന്റെ മരണത്തിന് ശേഷം 7ാമത്തെ വാല്യമായി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് അവരുടെ സംഘടനയിൽ ഒരു ഭിന്നതയുണ്ടാക്കി. ഫിനിഷ്ഡ് മിസ്റ്ററി, പൂർത്തീകരിക്കപ്പെട്ട മർമ്മമെന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. തന്റെ മരണശേഷം റദർഫോർഡ് എന്ന ഒരാൾ നേതാവായി. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, ചെറിയൊരു ജഡ്ജിയായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു, ഒരു ലോയർ ആയിരുന്നു. അദ്ദേഹമാണ് ഇതിന് ജെഹോവാസ് വിറ്റ്നസസ്, യഹോവ സാക്ഷികൾ എന്ന പേര് കൊടുത്തത്. അപ്പോ പ്രഭാതപത്രമായി പ്രസിദ്ധീകരണം തുടങ്ങി. തന്നോടൊപ്പം ആളുകൾ ചേരുവാൻ ആരംഭിച്ചു. അതിനുശേഷം റദർഫോർഡിന്റെ കാലത്ത് യഹോവ സാക്ഷികൾ എന്നൊരു പേര് കൊടുത്തു. യെശയ്യാ പ്രവചനം 43:11-14 വാക്യങ്ങളിൽ നിന്നായിരുന്നേക്കാം ഇവരിത് കടമെടുത്തത്. നിങ്ങൾ എന്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ സാക്ഷികൾ, നിങ്ങൾ എന്റെ സാക്ഷികൾ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ യഹോവ സാക്ഷികളുടെ ആരംഭം. 1981 കണക്കനുസരിച്ച് 101 രാജ്യങ്ങളിലായിട്ട് ഇവരുടെ വേലയുണ്ട്. 110 ഭാഷകളിൽ ഇവരുടെ ലിറ്ററേച്ചർ പ്രസിദ്ധീകരിക്കുന്നു. ന്യൂയോർക്കിലുള്ള ബ്രൂക്ലിൻ, മാൻഹാട്ടനൊക്കെ അടുത്ത് ബ്രൂക്ലിനിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ സ്ഥലം വാങ്ങി വലിയൊരു പ്രിന്റിങ് പ്രസ്സുണ്ട്. പിന്നെ അതിനുശേഷം അവർ വലിയൊരു ഫാം വാങ്ങി അവരുടെ ജോലിക്കാർക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കൃഷി സാധനങ്ങളും ഭക്ഷ്യസാധനങ്ങളും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. അവരുടെ ജോലിക്കാർക്കൊക്കെ മിനിമൽ ശമ്പളമേ ഉള്ളൂ. ഒരു എഴുത്തനുസരിച്ച് ഏതാണ്ട് $30 കൊടുക്കും. പിന്നെ താമസവും ഭക്ഷണമേ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട്
ഏതെല്ലാം പണമോ വരുമാനമോ ലഭിക്കുന്നോ അതെല്ലാം പ്രവർത്തനത്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവർക്കൊരു ബൈബിൾ സ്കൂളുണ്ട്, അതിൻ്റെ പേര് ഗിലെയാദ് എന്നാണ്. അങ്ങനെ ആണ് അവരുടെ പ്രവർത്തനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ റസലിൻ കല്യാണം കഴിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ പേര് മറിയ എന്നായിരുന്നു. ഇംഗ്ലീഷിൽ മേരിയ എന്ന് പറയും, നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എന്തുവാ, മറിയ. 6 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഈ മറിയ അദ്ദേഹത്തെ വിട്ടുപോയി. അങ്ങനെ അവർ വിവാഹമോചനം നേടി. ഇതിനിടയിൽ തൻ്റെ ജോലിയും ഈ പ്രവർത്തനവും വിപുലീകരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു ചെറിയ കച്ചവടമൊക്കെ നടത്തി. മിറക്കിൾ വീറ്റ്, അത്ഭുത ഗോതമ്പെന്ന് പറഞ്ഞ് 1 കിലോ ഗോതമ്പ്, 1 പൗണ്ട് ഗോതമ്പ് $1 വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും വിശ്വാസത്താൽ നിങ്ങളിത് അത്ഭുത ഗോതമ്പായി ഇത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ലഭിക്കും എന്നുള്ളതായിരുന്നേക്കാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ആരംഭം. യഹോവ സാക്ഷികളുടെ കിങ്ഡം ഹോൾ ഓഫ് ജഹോവാസ് വിറ്റ്നസസ് എന്നാണ് അവരുടെ സഭാഹോളിൻ്റെ പേര്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കിങ്ഡം ഹോൾ ഓഫ് ജഹോവാസ് വിറ്റ്നസസ്. അവർ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് ഇവരുടെ ഉപദേശം? ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും ഇവരെക്കുറിച്ച് പറയുവാൻ കഴിയുന്നില്ല. എന്നാൽ എന്താണ് ഇവരുടെ ഉപദേശം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഇദ്ദേഹം വളരെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ആളാണ്. അദ്ദേഹം നിഷേധിച്ച കാര്യങ്ങൾ, തൃത്വത്തെ നിഷേധിച്ചു, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു, യേശുക്രിസ്തു ശരീരത്തിൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മടങ്ങി വരും എന്നതിനെ നിഷേധിച്ചു, നിത്യശിക്ഷയെ, നിത്യനരകത്തെ നിഷേധിച്ച ആളാണ്. മരണശേഷം ആത്മാവ് ഉറങ്ങുകയാണ്, സുബോധമില്ല, നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവര് പഠിപ്പിക്കുന്നത്. ആളുകൾ ഇതിൽ വളരെ ആകൃഷ്ടരായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ എന്താണ് ഇവരുടെ ഉപദേശം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി ഒന്ന് നോക്കാം. ഇദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരം ഇദ്ദേഹം വേറൊരു ഉപദേശം കൂടെ സ്ഥാപിച്ചു. ചില കണക്കൂട്ടലിലൊക്കെ വെച്ച ശേഷം 1914 യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വന്നു. 1914 ദാനിയേൽ പ്രവചനത്തിലെയും മറ്റുമൊക്കെയുള്ള ചില കണക്കൂട്ടലിൽ 2300 പരം സന്ധ്യയും ഉഷസും ഒക്കെ കഴിയും എന്ന് വചനത്തിൽ നിന്ന് ചില വേദഭാഗമൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം റസൽ ആളുകളോട് പറഞ്ഞ് 1914 യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും പിശാചിനെ ഭൂമിയിലേക്ക് തള്ളി ഇട്ടു. യേശുക്രിസ്തു അന്ന് ഭൂമിയിലേക്ക് വന്നത് ആളുകൾക്ക് കാണാവുന്ന രീതിയിലല്ല, ദൃശ്യരൂപത്തിലല്ല വന്നത്. ഇങ്ങനെയുള്ള ഒരു ഉപദേശവും യഹോവയുടെ സാക്ഷിയുടെ നേതാവായിരുന്ന റസല് ആളുകളെ പഠിപ്പിച്ചു. ഇത് എല്ലാം ചിലപ്പോൾ യഹോവ സാക്ഷികൾ നിങ്ങളോട് പറഞ്ഞെന്ന് വരികയില്ല. ഇതിനിടയിൽ ഒരു ചോദ്യം, നിങ്ങളിൽ ആരുടെയെങ്കിലും വീടുകളിൽ യഹോവ സാക്ഷിക്കാര് അവരുടെ ട്രാക്റ്റുമായിട്ടോ ഉപദേശവുമായിട്ടോ എങ്ങാനും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ശരി. എങ്ങനെ അവരോട് മറുപടി പറയേണ്ടത്, എങ്ങനെ അവരെ സുവിശേഷം അവരോട് അറിയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നത്. അവരുടെ ഉപദേശങ്ങൾ എന്താണ്? ഈ കാര്യം യഹോവ സാക്ഷികൾ പറഞ്ഞെന്ന് വരത്തില്ല. അവരോട് ചോദിക്കണം, 1914 യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വന്നു എന്ന് റസൽ പ്രസ്താവിച്ചല്ലോ, പഠിപ്പിച്ചല്ലോ, എന്ത് പറയുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച്? ചിലപ്പോൾ അവർ ഇതിനെക്കുറിച്ച് നിശബ്ദര് ആയിരുന്നേക്കാം. ഒന്ന്, തൃത്വത്തെക്കുറിച്ചുള്ള അവരുടെ ഉപദേശം അവര് ശക്തമായി നിഷേധിക്കുന്ന ഒരു ഉപദേശം ആണ്. വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇങ്ങനെ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ആ വെളിപ്പാടിനെ ഇവർ നിഷേധിക്കുന്നവരാണ്.
തൃത്വത്തെക്കുറിച്ച് റസൽ പറയുന്നത് Satan is the originator of the Trinity doctrine. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ലെറ്റ് ഗോഡ് ബി ട്രൂ, ദൈവം മാത്രം സത്യവാൻ, അതിന്റെ 101-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന സാത്താനാണ് തൃത്വ ഉപദേശത്തെ ഇറക്കുമതി ചെയ്തത്. യേശുക്രിസ്തു ഈ ഉപദേശം പഠിപ്പിച്ചിട്ട് ഇല്ല. യഹോവയായ ദൈവം സർവശക്തനായ ദൈവമാണ്. He is the only true being from eternity. നിത്യത മുതൽ നിത്യത വരെയുള്ള ഏക സത്യാത്മാവ് യഹോവയായ ദൈവം മാത്രമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു ദൈവപുത്രൻ ആണ്, എന്നാൽ ദൈവമല്ല. ദൈവപുത്രൻ എന്നാൽ ദൈവമല്ല. കാരണം യേശുക്രിസ്തു കൂടെ കൂടെ പിതാവ് എന്നെ അയച്ചു എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവനാണോ വലുത്, അയച്ചവനാണോ വലുത്? അപ്പോ അയച്ചവനാണ് വലുത്. അത് തെളിയിക്കുന്നത് the very fact that he was sent proves that he is less than God. ദൈവത്തെക്കാൾ കുറഞ്ഞവനാണ് യേശുക്രിസ്തു എന്നാണ് യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആരംഭം മുതലേ നാം മനസ്സിലാക്കേണ്ടത്, 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു, എന്തുവാ? യേശുക്രിസ്തു ദൈവം എന്ന് ആര് നിഷേധിക്കുന്നുവോ ആ വ്യക്തി ആരാണ്? ആന്റിക്രൈസ്റ്റ്. നമ്മൾ അന്തിക്രിസ്തു എന്ന് മലയാളത്തിൽ പറയും. അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ അവസാനം വന്ന ക്രിസ്തു എന്നതിനേക്കാൾ ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞ എതിർ ക്രിസ്തു എന്നുള്ളതാണ് അതിന്റെ ശരിയായ തർജ്ജിമ. മലയാളത്തിൽ ചില അന്തിക്രിസ്തു എന്നൊക്കെ പറയുന്നെങ്കിൽ ഏതർത്ഥത്തിലാണോ അത് പറയുന്നത് നാം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോ തൃത്വത്തെക്കുറിച്ചുള്ള അവരുടെ ഉപദേശം അതാണ്. യേശുക്രിസ്തു ഒരാത്മാവെന്ന നിലയിൽ ഭൂമിയിലേക്ക് മടങ്ങി വരും, എന്നാൽ മനുഷ്യനായിട്ടല്ല. സാക്ഷാൽ മനുഷ്യനും സാക്ഷാൽ ദൈവമായിട്ടല്ല താൻ മടങ്ങി വരുന്നത്. അവ തൃത്വത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചുള്ള ഉപദേശം ഇതാണ്. 2, നിത്യനരകവും നിത്യശിക്ഷയും എന്നുള്ളത് ഇല്ല. കാരണം 1, നിത്യനരകം നിത്യശിക്ഷ എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്തൊരാശ്വാസമാണ്, ഇല്ലേ? ചിലർ പറയണം പിശാചാന്നെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സഹായിച്ചതാരാ? അവനാണല്ലോ. ചിലരെ കുറിച്ച് ആളുകൾ എന്നോട് പറഞ്ഞോളൂ, സാറേ ഇപ്പൊ അവൻ കൊള്ളരുതാത്തവനാന്നൊക്കെ അറിയാം. നിങ്ങൾ പറഞ്ഞു പോലെ അവന്റെ ഉപദേശമൊന്നും, പക്ഷെ ഒരാപത്തിൽ സഹായിച്ചവനാരാ? അവനാ. അവനോട് നമ്മൾ ചേർന്ന് നിൽക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോ റസൽ യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത് നിത്യനരകം എന്നുള്ളത് ദൈവത്തെ അപമാനിക്കുന്ന ഉപദേശമാണ്, യുക്തിക്ക് നിരക്കാത്തതാണ്. അഗ്നിയും തീയും ഗന്ധകവും കത്തുന്ന നരകവും നിത്യശിക്ഷാവിധിയും അതിൽ മനുഷ്യാത്മാക്കൾ നിത്യമായി പീഡിപ്പിക്കപ്പെടും എന്നുള്ളത് ആർക്കും സ്വീകരിക്കാൻ സാധ്യമല്ല. നരകം എന്നുള്ളത് മനുഷ്യന്റെ പൊതുവായ ശവക്കോട്ടയാണ്. ഈ നരകമുണ്ട് എന്നുള്ളത് ഏറ്റവും തന്ത്രപൂർവം ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനാണ്. കാരണം ഇത് കേൾക്കുമ്പോഴെങ്കിലും ചിലർ ദൈവത്തിങ്കിലേക്ക് പോകട്ടെ എന്നുള്ള നിലയിൽ സാത്താനാ ഇതിന്റെ പിന്നിലുള്ള പ്രൊമൾഗേറ്റർ എന്നാണ്. അപ്പൊ സാത്താന് ആണ് ഇതിന് താല്പര്യപ്പെടുന്നത്. റസല് പറയുന്നത് അപൂർണനായ മനുഷ്യൻ അവൻ വളർത്തുന്ന ഒരു പട്ടിയെ പോലും ഉപദ്രവിക്കാൻ താല്പര്യപ്പെടുമോ? ഇവിടൊക്കെ ഓരോരുത്തർ പട്ടിയെ കൊണ്ട് നടക്കുന്നത് കണ്ടാൽ ഉടനെ തമ്പുരാനെ, ചിലരൊക്കെ അതിന് പിടിച്ച് ഉമ്മ കൊടുക്കും. എന്നാൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു ദിവസം 2 നേരം രാവിലെയും വൈകിട്ടെങ്കിലും ഒരു ഉമ്മ കൊടുത്തെങ്കിൽ എത്രയോ നന്നായിരിക്കും. അങ്ങനെ പോലും ചെയ്യാറില്ല. ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ സാരമില്ല, പട്ടിയെ പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്, അതിനെ വളർത്തുന്നുണ്ട്, അതിന്റെ വിവരമൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പം ഇദ്ദേഹം പറഞ്ഞത്
ഈ ചില പുരോഹിതന്മാരാണ് ഈ നിത്യനരകത്തെ കുറിച്ച് പറയുന്നത്. ഇത് ദൈവസ്നേഹത്തിന് വിപരീതമാണ്. ഇത് ഇറാഷനല്ല, യുക്തിക്ക് നിരക്കാത്തതാണ്. ഇത് പിശാച് കൊണ്ടുവന്ന ഉപദേശമാണ്. ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന് നിരക്കാത്തതുമാണ്. നിത്യനരകമില്ല. അപ്പോൾ ചില ആളുകളെങ്കിലും ഇതിൽ ആകൃഷ്ടരാകുമോ? അവരുടെ വേറൊരു ഉപദേശം ദൈവരാജ്യം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം, 14-ാം അധ്യായം 1-3 വാക്യങ്ങളിൽ 144,000 കുറിച്ച് വായിക്കുന്നു. 1,44,000 അങ്ങനെ ഒന്നുണ്ട്. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം, 3-ാം വാക്യം ഒന്ന് വായിക്കാം. കണ്ടു. മതി. 144,000 കുറിച്ച് വായിക്കുന്നത്. അപ്പൊ സാധാരണ ക്രൈസ്തവര് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 144,000 ആളുകൾ കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ നിൽക്കുന്നു എന്ന പ്രസ്താവനയും കേൾക്കുമ്പോൾ ഇത് ഇവർക്കും ആകർഷകമായി തോന്നും. റസൽ പറയുന്നത് എല്ലാവരും ആ സിയോൻ മലയിൽ നിൽക്കത്തില്ല. യഹോവ സാക്ഷികളുടെ ഇടയിൽ തന്നെ എല്ലാവരും നിൽക്കത്തില്ല. 1,44,000 ആളുകൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കും. അത് എപ്പോഴാണ്? ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതികളുടെ കാലം തികയുന്നത് വരെ. അപ്പൊ അവിടെ നിന്നും ഇവിടെ നിന്നും ഇവർ വേദഭാഗങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന്. എന്തുവാ? ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 21-24. ജാതികളുടെ കാലം തികയുവോളം. അപ്പൊ ദാനിയേൽ പ്രവചനത്തിലെ കണക്ക് എടുത്ത ശേഷം ബാബിലോന്യർ ഇവരെ ആക്രമിച്ചു. പിന്നെ അതിനുശേഷം വരുന്ന ജാതികളുടെ കാലം ആരംഭിക്കുകയാണ്. എബ്രായരുടെ 1 വർഷം അനുസരിച്ച് കണക്ക് കൂട്ടിയാൽ റസലിന്റെ കണക്കൂട്ടലിൻ പ്രകാരം 1914 ആയപ്പോഴേക്ക് 2520 വർഷമായി. അത് ജാതികളുടെ കാലം തികഞ്ഞു. അന്നേരം യേശു ഭൂമിയിലേക്ക് വന്നു, രാജ്യം സ്ഥാപിച്ചു. അവര് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോ ആ രാജ്യത്തിന്റെ കാലമാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത വിശ്വാസികളാണെങ്കിലും പെന്തക്കോസ്തുകാരനാണെങ്കിലും കേൾക്കുമ്പോൾ സ്തോത്രം ചെല്ല് പറയും. ദൈവമേ, ഇത്രയും തകർപ്പൻ വെളിപ്പാടും അതുപോലെ തന്നെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങളുടെ പാസ്റ്റർ പോലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന നിലയിൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടു പോയേക്കാം. അങ്ങനെ നിങ്ങൾ വഞ്ചിതരാകരുത്. കള്ളപ്രവാചകന്മാർ, നിങ്ങളെ ദുരുപദേഷ്ടാക്കൾ അവര് പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടി ചെന്നായ്ക്കള് വരും. 3, മരണത്തെക്കുറിച്ച് അവരെന്താ പഠിപ്പിക്കുന്നത്? യഹോവ സാക്ഷികളുടെ ഉപദേശപ്രകാരം മരണം എന്നുള്ളത് ഇറ്റ് ഈസ് ലോസ് ഓഫ് ലൈഫ്, termination of existence, utter cessation of consciousness. ഇത് ജീവന്റെ നഷ്ടമാണ്, ആസ്തിത്വത്തിന്റെ അവസാനമാണ്, സുബോധപൂർവമായ ജീവിതത്തിന്റെയും അന്ത്യമാണ് മരണം. അപ്പോ ഒരു വ്യക്തിക്ക് കേൾക്കുമ്പോൾ അവരെടുക്കുന്ന വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 5, 6, 10 വാക്യങ്ങള്. സഭാപ്രസംഗി ഇവിടെ പുസ്തകം ഒരാൾ എടുക്കുമോ? സഭാപ്രസംഗി 9-ാം അധ്യായം 5, 6, 10 വാക്യങ്ങൾ. ജീവിച്ചിരിക്കുന്നവര് മരിക്കുമെന്നറിയും, മരിച്ചവരോ? അപ്പൊ നോക്കുക, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണോ? ഹലോ, വേദപുസ്തകത്തിലെ വാക്യമാണോ?
ഇനിയും 6-ാം വാക്യം 10-ാം വാക്യം കൂടെ. അപ്പൊ മരിച്ചുപോയവർ, അവരുടെ സ്നേഹവും അസൂയയും എല്ലാം നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിനെ കുറിച്ച് ഒരു ഓഹരി അവർക്കില്ല. ഇനി 10-ാം വാക്യം. നോക്കുക, ഇപ്പൊ ചെയ്യാനുള്ളതൊക്കെ ചെയ്തേക്കണം. നീ ചെല്ലുന്ന പാതാളത്തിൽ ഏതൊന്നും ഇല്ല. വായിച്ചേ. സിസ്റ്ററിന്റെ പേരെന്തോ? മിനു. ശരി, മിനു ഉറക്കൊന്ന് വായിച്ചേ. പ്രവൃത്തിയില്ല, സ്തോത്രമൊന്നല്ല. ഇനി ആദ്യം വായിച്ചതുകൊണ്ട് പിന്നെ രണ്ടാമത് വായിക്കാൻ പറഞ്ഞു. ഇനി അന്നിലും വായിക്കും. അപ്പൊ നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയില്ല, സൂത്രമില്ല, അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നോക്കുക, അപ്പൊ യഹോവ സാക്ഷികൾ അടർത്തിയെടുക്കുന്ന വേദഭാഗങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നുമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, വചനം കാലിന് ദീപമാ. ഇത് ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇവരോട് മറുപടി പറയാൻ സാധ്യമാകുകയുള്ളൂ. പലർക്കും ഈ 2 ദിവസങ്ങൾ പറഞ്ഞതെല്ലാം ഒന്നും എടുക്കാനോ പഠിപ്പിക്കാനോ സമയം ലഭിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇവര് ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകം പലതും വായിക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും കഴിക്കാനുള്ളത് കഴിക്കുക. അപ്പൊ പാപത്തിൽ ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ഇതിനേക്കാൾ ആശ്വാസകരമായ ഏതൊരു ഉപദേശമുണ്ട്? ഇപ്പം കിട്ടുന്നതൊക്കെ കഴിക്കുക, മൂന്നുക, ജീവിക്കുക. പിന്നെ ഇതിന് ശേഷം പ്രശ്നമൊന്നുമില്ല. അനിഹിലേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ ഉന്മൂലനാശമാകുന്നുവെങ്കിൽ പിന്നെ സുഖമല്ലേ? പലരും ആത്മഹത്യക്ക് വേണ്ടി താല്പര്യപ്പെടുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കഷ്ടതയ്ക്കൊക്കെ ഒരു വിരാമം വരണമെന്നുള്ള നിലയിലാണ് പല ആളുകളും അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നത്. പക്ഷെ ഇത് വഞ്ചനയാണ്, ഇത് വ്യാജമാണ്, ഇത് സത്യത്തിന് വിപരീതമായിട്ടുള്ളതാണ്, ഇത് വഞ്ചിക്കുന്നു. നോക്കുക, 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 1, 2, 3 വാക്യങ്ങളിൽ കൂടെ ഒന്ന് വായിച്ച ശേഷം ഇനിയും ഇവരോട് എങ്ങനെ മറുപടി പറയണം എന്നുള്ള കാര്യമാണ് നാം പഠിക്കാൻ ആരംഭിക്കുന്നത്. വായിക്കണം. ഉണ്ടായിരുന്നു, ദുരിതപേക്ഷകന്മാരുണ്ടാകും, ശീഘ്ര നാശം വരുത്തും. അവരുടെ നാശത്തെ കുറിച്ചാണ് 2 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ, റസൽ ഇത് പറയുന്നു. ഇനി ഇതിനെതിരെ നമുക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഒന്ന്, തൃത്വോപദേശം എന്നുള്ളത് അത് തെറ്റാണ്. തൃത്വോപദേശത്തെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ പിന്നെ വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ചില റഫറൻസ് എങ്കിലും എഴുതിയാൽ നിങ്ങൾക്കത് പ്രയോജനം ആയിരിക്കും. അവർ ചോദിക്കും, തൃത്വം എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ കാണിക്കാമോ? അവരോട് പറയേണ്ടത്, തൃത്വം എന്ന ഒരു വാക്ക് വേദപുസ്തകത്തിലില്ല. നാം ഉപദേശം എന്ന് പറയുന്ന കാര്യങ്ങൾ അതേ പദരൂപത്തിൽ അതേ വാക്കിൽ പലതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, എഴുതേണ്ട കാര്യമില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ ദൈവത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച് എന്തു പറയുന്നു, പുത്രനായ ദൈവത്തെക്കുറിച്ച് എന്തു പറയുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് എന്തു പറയുന്നു, ഈ കാര്യങ്ങൾ ഉപദേശമായി എടുക്കുമ്പോൾ എല്ലാ വേദഭാഗങ്ങളും എടുക്കണം. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഏതെങ്കിലും 2 വാക്യങ്ങൾ കൊണ്ട് ഒരു ഉപദേശം തെളിയിക്കാൻ സാധ്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആളുകൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത ശേഷം, ശരി ഇത് പറയുന്നല്ലോ, നരകത്തിൽ ഇതൊന്നുമില്ല, നിങ്ങൾ എന്ത് പറയുന്നു എന്തു പറയും? എന്നാൽ അതേ സഭാപ്രസംഗിയിൽ തന്നെ ശലോമോൻ രാജാവ് ഒരിക്കൽ ജ്ഞാനിയായിരുന്നു, ദൈവകൃപ പ്രാപിച്ചു, എഴുത്തുകാരുടെ അഭിപ്രായം എന്നല്ല, തന്റെ എഴുത്തിൽ നിന്നും
മനസ്സിലാക്കേണ്ടത്, പിന്മാറ്റത്തിലേക്ക് ഒരുവൻ പോകുമ്പോൾ ദൈവിക വെളിപ്പാട് പ്രാപിച്ചവനാണെങ്കിലും ശരി, അവന്റെ ചിന്താഗതിയെയും എഴുത്തിനെയും അത് സ്വാധീനിക്കും. എന്നാൽ സഭാപ്രസംഗിയിൽ തന്നെ 12-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ ഈ എഴുത്തുകാരൻ ശലോമോൻ തന്നെ അതിന്റെ സംക്ഷിപ്ത രൂപം പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നരകത്തിൽ പാതാളത്തിൽ ഇതൊന്നുമില്ല എന്ന് പറയുന്നെങ്കിലും അവസാനം തന്റെ ബുദ്ധി തെളിഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു. വായിക്കുക, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. നോക്കുക, ഇല്ലേ? എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും ദൈവം ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും. അപ്പം യഹോവ സാക്ഷികൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഉപദേശം അല്ലെങ്കിൽ വാക്യം എടുത്താൽ അവരോട് പറയണം, ശരി, ആ വാക്യമുണ്ട്. അവസാനത്തിലേക്ക് വരിക, ഒരു തീസിസ്, ഒരു വാദത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് ആ വാദം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. കഴിയുമോ? അന്ത്യഭാഗം എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ? ഇതെല്ലാറ്റിന്റെയും സാരം കേൾക്കുക, നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും രഹസ്യങ്ങളുമായി he will bring it into judgment, ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടെ ആരാ ന്യായം വിധിക്കുന്നത്? ജഡ്ജി ആരാണ്? ദൈവം കൊണ്ടുവരുമെന്നാ പറയും, അല്ലേ? അതും നാം മനസ്സിലാക്കണം. അപ്പോ ശരി, തൃത്വം എന്ന ഉപദേശം അവർ പറയുമ്പോൾ വേദപുസ്തകത്തിൽ തൃത്വം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ട്രിനിറ്റി. പിന്നെ ആ തൃത്വോപദേശത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകം ദൈവിക വെളിപ്പാട്, ദൈവിക ആലോചന. അതാരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ദൈവിക വെളിപ്പാട് മനുഷ്യന് മനസ്സിലാകാൻ മാനുഷിക ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആത്മീയമായ കാര്യങ്ങൾ മനുഷ്യനോട് ദൈവം ഏത് രൂപത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഇവന് മനസ്സിലാകുന്ന ഭാഷയിൽ. ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്കുകൾ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ചെയ്തെങ്കിലും ഉണ്ട്. എങ്ങനെയായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? എന്തുവാ? ദൈവം, അപ്പച്ചൻ, എന്തുവാ എങ്ങനെ? അപ്പച്ചൻ ദൈവത്തെ കുറിച്ച് അങ്ങനെയൊക്കെ പറയത്തില്ലയോ? മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് ഒരു മണ്ണെടുത്തു കുഴച്ചു, മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവ സൃഷ്ടിയെക്കുറിച്ച് ദൈവം ഇതേ രീതിയിലല്ലാതെ എങ്ങനെ ഇതിനെ വെളിപ്പെടുത്താൻ പറ്റും? സാദൃശ്യ രൂപത്തിൽ. വർഷങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം എബ്രായിലോ ഏതെല്ലാം തിയോളജിയൻ പഠിച്ചെന്ന് പറഞ്ഞിരുന്നാലും ആ വ്യക്തിക്കും ഇത് മനസ്സിലാകുന്ന ഭാഷയല്ലേ? എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വേദപുസ്തകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആ ഭാഷ, മോശ അന്നത്തെ നിലയിൽ ഏറ്റവും അറിവുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു. മാനുഷിക ഭാഷയിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പൊ സാദൃശ്യമായി ചിലത് എഴുതിയിരിക്കുന്നുവെങ്കിൽ നാം അതിനെ മനസ്സിലാക്കണം. ദൈവത്തിന് മൂക്കുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചു, ഇല്ലേ? ദൈവത്തിന് വിരലുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചേക്കാം. ദൈവത്തിന് വിരലുണ്ടോ? ഉണ്ടോ? തെളിവെന്താ? നിന്റെ വിരലുകളുടെ ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ എന്ന് നാം വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 18-ാം വാക്യം ഒരാൾ ഒന്ന് വായിക്കുമോ? പുറപ്പാട് 31-ന്റെ 18.
അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപ്പലക രണ്ടും അവന്റെ പക്കൽ. ദൈവത്തിന്റെ വിരൽ, അത് അല്പം കൂടെ ശബ്ദത്തിലൊന്ന് വായിച്ചേ. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപ്പലക. കൽപ്പലകയിൽ, കല്ലിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയാൽ, അത് നോക്കുക, ഇത് കാണുന്ന എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഈ മുകളിൽ ഇംഗ്ലീഷ് അല്ലാതെ ഓരോന്നിൽ എഴുതിയിരിക്കുന്ന ഇൻ മെമ്മറി ഓഫ് താഴെ ബെർണാഡ്, അതിന് മുകളിൽ ലീ ആൻഡ് ഹാരി കൂട്ടണം, ഇൻ മെമ്മറി ഓഫ് ജാക്ക് സിറ്റ്സർ. ആ ഇംഗ്ലീഷ് കഴിഞ്ഞ് താഴെ എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. അപ്പം നമ്മൾ നല്ല ക്ലാസ്സിൽ തന്നെയാണ് വിട്ടിരിക്കുന്നത് കേട്ടോ. ഏത് പുസ്തകം പഠിക്കാനുള്ളതിൽ ഈ എബ്രായ ഭാഷയും കൂടി എഴുതിയിട്ടുള്ള ഭാഷയിലാണ്. നോക്കുക, ദൈവത്തിന്റെ വിരൽ കൊണ്ട് കൽപ്പലകയിൽ എഴുതാൻ പറ്റുമോ? അതെ, എഴുതാം. അപ്പൊ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട്, മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന വെളിപ്പാട് മനുഷ്യന് മനസ്സിലാകത്തക്ക നിലയിൽ. ഇനി തൃത്വത്തെ കുറിച്ച് ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് നാം അത് മനസ്സിലാക്കുന്നു? ഉൽപ്പത്തി പുസ്തകം സാദൃശ്യങ്ങളാ, പൂർണ്ണ രൂപത്തിലല്ല. ഉൽപ്പത്തി 1:26 പറയുന്നു, വരുവീൻ ലെറ്റ് us create man in our image. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നമ്മുടെ അന്ന് മോശെ ഇത് എഴുതുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇനി ഉൽപ്പത്തി 11:7 വരുവീൻ അവിടേക്ക് ഇറങ്ങിച്ചെല്ലാം. ബാബേൽ ഗോപുര പണിയോടുള്ള ബന്ധത്തിലാണ്. യെശയ്യാ 6:8 ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെ കുറിച്ച് പറയുന്നില്ലേ? ഉണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവ്, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയും എരുത്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വേദഭാഗങ്ങളിൽ എത്രയോ പ്രാവശ്യങ്ങളിൽ പറയുന്നു. ഉൽപ്പത്തി 6 എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. തിരുവചന പഠനത്തിലും പഴയ നിയമ പഠനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പുത്രനായ ദൈവം എന്ന് പറയുമ്പോൾ പലപ്പോഴും അതേ രൂപത്തിൽ നാം പഴയ നിയമത്തിൽ യേശുവിനെ കാണുന്നില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാഗാറിന്റെ അടുക്കൽ യഹോവയുടെ ദൂതൻ ചെന്നു. അതിനുശേഷം യഹോവ ദൈവം അവളോട് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിക്കുമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങള്. യഹോവയുടെ ഒരു ദൂതൻ വന്നു, ഇരുന്നു, മെതിക്കായിരുന്നു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ ആര് നോക്കി അവനെ? യഹോവ അവനെ നോക്കി, ഇല്ലേ? ആദ്യം. അപ്പോ പഴയ നിയമത്തിൽ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായി. അതിനെക്കുറിച്ചാൽ ദൈവം പണ്ട് വ്യത്യസ്ത രീതികളിലും കാലങ്ങളിലും തന്റെ ജനത്തോട് അരുളി ചെയ്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട്
അരുളി ചെയ്തിരിക്കുന്നു. നമ്മെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പൂർണ്ണമായ വെളിപ്പാട് പഴയ നിയമ ഭക്തന്മാർക്ക് ഇന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ പൂർണ്ണമായി രക്ഷയെക്കുറിച്ചോ ദൈവികമായ മർമ്മങ്ങളെക്കുറിച്ചോ എല്ലാം പൂർണ്ണമായി അവർ മനസ്സിലാക്കിയില്ല. ദൈവം എങ്ങനെ വെളിപ്പെടുത്തിയോ അതേ രീതിയിൽ അവര് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് പറയും യഹോവയായ ദൈവം, പുത്രനായ ദൈവം എന്ന് സംബോധന ചെയ്യുന്നില്ല. എന്നാൽ അവിടെയും പുത്രനായ ദൈവം എന്നത് പുതിയ നിയമത്തെ വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നു. ഇനി പഴയ നിയമത്തിൽ പുത്രനായ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ടോ? അതെ. എന്ത്? യെശയ്യാ 7:4 മുതൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. 9-ാം അധ്യായം എന്താ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം. യെശയ്യാ 53-ാം അധ്യായത്തിലോ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. ഇത് പത്രോസ് ഉദ്ധരിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിൽ നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ എവിടെ നിന്ന് വരും? നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. മത്തായിയുടെ സുവിശേഷത്തിലും മറ്റും വായിക്കുമ്പോൾ യെശയ്യാവ് മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. സത്യമോ? ഒന്നുകിൽ സത്യമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. സത്യമാണോ? നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലോ. സത്യമാണല്ലോ. അന്നു ഇതിനെന്ത് പറയും? പിതാവായ ദൈവത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുവോ? അതെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുവോ? ഇതിനൊരു മറുപടി പറഞ്ഞേ. അതെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുവോ? അതെ. നിങ്ങളുടെ മനസ്സിന്റെ ഘടനയ്ക്കും നിങ്ങളുടെ യുക്തിക്കും അനുസരിച്ച് ദൈവം വെളിപ്പെടുത്തേണ്ടതില്ല. വെളിപ്പെടുത്തണം. ദൈവത്തെ ചോദ്യം ചെയ്യാൻ നീ ആര്? യിരെമ്യാവ് പറയുന്നുണ്ട്, മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ മെനഞ്ഞു എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് പിതാക്കന്മാരാ? കൈകളൊന്ന് ഉയർത്തിക്കുക. ഞാനും ഒരു പിതാവ്. ശരി. നിങ്ങൾ കല്യാണം കഴിച്ചു, ദൈവമേ ഒരു കുഞ്ഞിനെ തരണമെന്ന് പാസ്റ്ററോടും പറയും, പ്രാർത്ഥിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കും. ഒരു മകനോ മകളോ ഉണ്ടായി, അവരെന്തെങ്കിലും അനുസരണക്കേട് കാണിച്ച ശേഷം അമ്മ കൊച്ചിനെ വഴക്ക് പറയുന്നു, അപ്പനും കൊച്ചിനെ വഴക്ക് പറയുന്നു. ആ മകൻ അല്ലേ മകൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, നിങ്ങള് എന്നെ വഴക്ക് പറയുന്നു, കാര്യമൊന്നുമില്ല, നിങ്ങൾ എനിക്ക് ജന്മം തന്നത് കൊണ്ടല്ലേ ഞാൻ ഈ കുരുത്തക്കേട് കാണിച്ചത് എന്ന് ഒരു മകനോ മകളോ നാട്ടിൽ ചോദിച്ചാൽ പൊതിരെ തല്ല് കിട്ടും. ഇവിടെ ചോദിച്ചാലോ അടി കൊടുക്കേണ്ട അപ്പന്മാരോ അമ്മമാരോ ഒക്കെ അടി കൊടുക്കുന്നുണ്ട്, അല്ലെ പിച്ചെങ്കിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ചോദിച്ചാൽ ആ ചോദ്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതാണോ? അതെ. തൃത്വം പഴയ നിയമത്തിൽ അതിന്റെ തെളിവുകൾ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടെ വ്യക്തമായി നാം അത് കാണുന്നുണ്ട്. തൃത്വോപദേശത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ യേശുക്രിസ്തു യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേൽക്കാൻ വന്നു. ശരി. യേശുക്രിസ്തു എവിടെ? യോർദാൻ. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പ്രാവിരൂപത്തിൽ ഇറങ്ങി വരും. മുകളിൽ നിന്നുള്ള ശബ്ദം പിതാവിന്റെ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവ 3 ആളത്വങ്ങൾ, സാരാംശത്തിൽ 1, തുല്യതയിൽ ഏകത്വത്തിൽ 1.
ഇതെങ്ങനെ വെളിപ്പെടുത്തണമെന്നുള്ളതിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഷയിലും വെളിപ്പെടുത്തിയിരിക്കുന്ന ചിന്തയിലും മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവ് മനസ്സിലാക്കുന്നു. ദൈവികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു. പുത്രനായ ദൈവം യോർദാൻ നദിയിൽ. പരിശുദ്ധാത്മാവായ ദൈവം പ്രാവാണോ? ചിലരുടെ ചിന്ത പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഒരു പ്രാവ, ഒരു ഫോഴ്സും ഒരു ഇടിയും ബഹളവും ശക്തിയും ഒക്കെ ഉള്ളൂ. പുത്രനായ ദൈവം എന്ന് പറഞ്ഞിരുന്നാൽ 30-31 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. പിതാവായ ദൈവം എന്ന് പറഞ്ഞാലോ ഒരപ്പച്ചൻ ദൈവം, കുറെയൊക്കെ പ്രായമായി. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിതാവായ ദൈവം ചെയ്യുമായിരുന്നു. ഇപ്പം കുറെ കൂടൊക്കെ വയസ്സനായി. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് കൊച്ചു പ്രായത്തിലെ ചിന്തയാ. ചിന്തയൊക്കെ മാറ്റണം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് ആ 3 പേരുകൾ പറഞ്ഞിരിക്കുന്നത് പുത്രനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഫങ്ഷനൽ അല്ലെങ്കിൽ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരാളേക്കാൾ താണ നിലയിലല്ല, ചിലപ്പോൾ ഫങ്ഷനൽ സബോർഡിനേഷൻ, പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പിതാവിനോട് ആലോചിക്കാതെ ഞാനൊന്നും പറയുന്നില്ല, പിതാവല്ലാതെ സമയം അറിയുന്നില്ല, ഈ രീതിയിൽ കർത്താവ് പറയുന്നുണ്ട്. തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. പുതിയ നിയമത്തിലൊന്ന്. രണ്ടാമതായി നാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തെളിവുള്ളത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, പിതാവായ ദൈവം പുത്രനായ താനെ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഒരാളത് വായിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതെ, അപ്പൊ എന്തുവാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിന്നെ ദൈവത്തിന്റെ സ്നേഹം, പിന്നെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നമ്മെ സ്നേഹിക്കുന്നവനും, ഒന്ന് വായിക്കുമോ വേഗം? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും, ഹൂ വാസ്, ഹൂ ഈസ് ആൻഡ് ഹൂ ഈസ് ടു കം. ആയിരുന്നവൻ, ഇപ്പോൾ ആകുന്നവൻ, ഇനിയും വരുവാനുള്ളവൻ. അത് പിതാവായ ദൈവത്തെ കുറിച്ച്. അടുത്തത് 7 ആത്മാക്കളുടെ പക്കൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അടുത്തത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും. മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി യേശുക്രിസ്തു, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പുത്രനായ ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വായിക്കുന്നത് എന്താണ്? പത്രോസ് അപ്പോസ്തലൻ തന്റെ പ്രസ്താവനയിൽ ഒന്ന് വായിക്കുമോ? എന്താ പറയുന്നത്? കുന്തോസിന് പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ഗുരുതന്മാർക്ക് എഴുതുന്നത്. അപ്പോ അവരാരാണ്? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചത്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിൽ പെട്ടവര്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ ഉള്ളവർ. ഇതുപോലെ ഡസൻ കണക്കിന് വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. എത്ര
സന്ദർഭങ്ങളിൽ യേശുക്രിസ്തു തന്നെ ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി ഇരിക്കുന്നു. അപ്പോ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം അതാര്? യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം പുത്രനെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. പുത്രൻ സാക്ഷീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും, ഓർപ്പിച്ചു തരും. ആകയാൽ ഇതൊരു മർമ്മമാണ്, പൂർണ്ണമായി നാം അറിയുന്നില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമോ? ഒരു ചെറിയ യുക്തിപരമായ ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ശരി, ഞാൻ മലയാളത്തിൽ പറയും. എത്ര സെക്കൻഡ് കൊണ്ടാണ് നിങ്ങളുടെ ചെവിയിൽ കേട്ട് തലച്ചോറിൽ കൂടെ കയറി ഇത് അതേ അർത്ഥത്തിൽ ഗ്രഹിക്കുന്നത്? എത്ര മിനിറ്റ് എടുക്കും? എത്ര സെക്കൻഡ് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈദ്യശാസ്ത്രമോ ശരീരശാസ്ത്രമോ ഏതെങ്കിലും പഠിച്ച ആളുകളാകട്ടെ, നമ്മുടെ തലച്ചോറിൽ കുറെ വയറൊക്കെ ഉണ്ടെന്നുവാ, ഞരമ്പെന്നൊക്കെ പറയും. എങ്ങനെ ഇതിനകത്തൂടെ കയറി ഇത് ട്രാൻസ്മിഷനായി നിങ്ങളുടെ മനസ്സിൽ വരികയും ഗ്രഹിക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ? എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. ഒരു മെഡിക്കൽ ഡോക്ടറോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാമോ? അദ്ദേഹത്തിനും അറിഞ്ഞുകൂടാ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായിരുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, ഭാര്യ ഈ സയൻസ് ഒന്നും അറിഞ്ഞുകൂടാ, അറിയാവുന്ന ആളെ, ഈ ഡോക്ടറിന്റെ പറയുന്ന കാര്യം എന്തെങ്കിലും അറിയാമോ? എനിക്ക് ഭർത്താവായ ഡോക്ടർ പറയുന്ന ഈ ശാസ്ത്രം ഒന്നും അറിഞ്ഞുകൂടാ, എനിക്ക് ഭർത്താവിനെ അറിയാവുന്നു, എനിക്ക് ഈ തിയറി ഈ പ്രശ്നം എന്ന് പറഞ്ഞുകൂടാ, എനിക്ക് എന്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറിയാം. നോക്കുക, എല്ലാം നാം അറിയുന്നില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അംശമായി അറിയുന്നു, അംശമായി ഗ്രഹിക്കുന്നു. ഇപ്പോഴല്പമൊക്കെ കാണാം, ഇനി അന്ന് അവനെ കാണുമ്പോൾ അറിയപ്പെടുന്ന പോലെ അറിയും. തൃത്വം എന്നുള്ളത് ഒരു മർമ്മമാണ്. പക്ഷെ തൃത്വം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്. യുക്തിയോ വിശ്വാസമോ ഏതാണ് ഉന്നതം? ഫെയ്ത്ത് ഓർ റീസൺ? ഏതാ ഉന്നത മണ്ഡലം? ഫെയ്ത്ത് ആണോ? വിശ്വാസമണ്ഡലമാണ്. പ്ലെയിനിൽ വിമാനത്തിൽ കൂടെ പറക്കുന്ന സമയത്ത് ഏത് യുക്തി അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത്? എന്തോ വിശ്വാസത്തിലാണ്, അതോ വിശ്വാസത്തിലാണെന്ന് പോകുന്നത്? അമേരിക്കക്കാരായ ചിലരോടൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞാനിവിടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പിറ്റ്സ്ബർഗിലുള്ള ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു, മാസ്റ്റർ ഫിലിപ്പ്, ഹൗ ന്യൂയോർക്ക് ലുക്സ് ലൈക്ക്? ഞാൻ പറഞ്ഞു, ന്യൂയോർക്ക് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. വി ഹാഡ് നെവർ ബീൻ ടു ന്യൂയോർക്ക്. വി ആർ സ്കെയർഡ് ഓഫ് ഫ്ലൈങ്. വിടുത്തുകാരൻ വായുവിൽ വിമാനത്തിൽ പറക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. ഭർത്താവ് പറയും നീ പോയി വരാൻ, അന്നേരം ഭാര്യ പറയും നിങ്ങൾ പോയി വരാൻ. ഒരാൾ പറയും നിന്നെ കൂടാതെ ഞാൻ പോകത്തില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. വലിയ ബുദ്ധിജീവികളാ, പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ തൃത്വം ഇനി നമ്മൾ പഠിക്കുകയാണല്ലോ. നോക്കുക, ഇത്രയും സമയം കൊണ്ട് ഇത്രയുമാണ് നമ്മൾ അല്പം പഠിച്ചത്. ഞാൻ തിയോളജി പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു 43 വർഷമായി പഠിപ്പിക്കുന്ന ആളാണ് പല മണ്ഡലത്തിൽ. ഇനി ഇതിനെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ അവരോട് പറയാനുള്ള മറുപടിക്കുള്ള ചില വാക്കുകളാണിത്. ഇനി യഹോവ സാക്ഷികൾ ആയ 2 പേർ എൻ്റെ വീട്ടിൽ വന്നു. അതുകൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ, തൃത്വത്തെക്കുറിച്ച് സംശയമായിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കാം. അപ്പോൾ പുനലൂരാണ് ഞാൻ താമസിക്കുന്നത്, ബൈബിൾ കോളേജ് ക്വാർട്ടേഴ്സിൽ. ജോലി ചെയ്യുക, ഒരു കയ്യിലും ബെന്യനുമേ ഉണ്ടായിരുന്നു. അവർ 2 പേര് അവിടെ വന്നു. അവർ എന്നെ കാണാൻ വന്ന് വീട്ടിൽ ഇരുന്ന് ആരാന്നൊന്നും അറിഞ്ഞുകൂടാ. ശരി, ചോദിച്ചപ്പോൾ അവർ യഹോവ സാക്ഷികൾ. ഞാൻ പറഞ്ഞ് കയറിയിരിക്കും. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഉപദേശം എന്താ? ഉപദേശം. അപ്പോൾ യേശുവിനെ കുറിച്ചും അവരുടെ ഉപദേശമുണ്ട്. ഏകജാതൻ, ആദ്യജാതൻ,
തുടങ്ങിയ ചില വേദഭാഗങ്ങളുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം പറഞ്ഞ്. ഗ്രീക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എബ്രായിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രീക്ക് ബൈബിൾ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വായിക്കാമോ? ഞങ്ങൾക്കിത് സാറെ വായിക്കാൻ അറിഞ്ഞുകൂടാ, എങ്കിലും ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എബ്രായ വേണേ എബ്രായ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, ഗ്രീക്ക് ബൈബിൾ വേണമെങ്കിൽ ഗ്രീക്ക് ബൈബിളും എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ അതിൻ്റെ അർത്ഥം. ഒരു ഭാഷയിൽ ഒരു വാക്ക് കൊടുത്തിരിക്കുമ്പോൾ, ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് മലയാളത്തിലേക്ക് എങ്ങനെ തർജ്ജമ ചെയ്യും? ഒരു വാക്ക്, ഏറ്റവും അനുയോജ്യമായ അർത്ഥപൂർണമായ ഒരു വാക്ക് മാത്രമേ നിങ്ങൾ തർജ്ജമയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തിരക്കുള്ളവരാ, അങ്ങോട്ട് പറഞ്ഞല്ല, അല്പസമയം കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഇതുപോലെ വഞ്ചിക്കുന്ന പരിപാടിക്ക് യേശു മാത്രം രക്ഷകൻ, യേശുവിൽ വിശ്വസിക്കണം. വേദപുസ്തകമോ മൂലഭാഷയോ അറിഞ്ഞുകൂടായെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. യഹോവയുടെ നാമം ഞങ്ങൾ എടുക്കുന്നവരാ. ആ യഹോവ ആര്? പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു അല്ലേ? മോശയോട് പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, ഫറവോന്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോൾ ആരാണ് എന്നെ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാണ് തലമുറ തലമുറയായി എൻ്റെ നാമം. ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു ആര്? പുതിയ നിയമത്തിലേക്ക് വരിക. യേശു എന്ന് പറയുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ നല്ല ഇടയൻ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കല് എത്തുന്നില്ല. യഹോവ സാക്ഷിക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ കർത്താവില്ലാതെ നിങ്ങളിൽ ഒറ്റ ഒരെണ്ണം യഹോവയുടെ അടുക്ക പോകത്തില്ലെന്ന് പറഞ്ഞു. എന്തു പറയാനാ? പ്രാർത്ഥിക്കാതെ ഇറങ്ങിപ്പോയി. അപ്പൊ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത്, ഒന്ന്, ഈ ദുരുപദേഷ്ടാക്കൾ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരത്തില്ല, നിങ്ങൾ ആ തന്ത്രം മനസ്സിലാക്കണം. അവരോട് പറയണം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ, അല്ല യുക്തിയുക്തമായി സംസാരിക്കണമോ, നിങ്ങൾ എന്താ പറയുന്നത് അതിന്റെ ചരിത്രം കൂടെ ഞങ്ങൾ തരിക. അങ്ങനല്ലേ? കോടതിയിൽ ഒരു വാദം നടത്തണമെങ്കിൽ രണ്ട് കക്ഷികളും ചെല്ലണം, രണ്ട് വക്കീലന്മാരും ചെല്ലണം. ഒരു വക്കീൽ വാദിക്കാൻ സമയമില്ലെങ്കിൽ ജഡ്ജിയോട് എന്ത് പറയും? അവധിക്ക് വെച്ചിരിക്കുന്നു. അങ്ങനല്ലേ? ആണോ? വാദം നീട്ടിത്തരണം, അവധിക്ക് വെച്ചിരിക്കുന്നു, എനിക്ക് ചില തെളിവുകൾ കൂടെ നിരത്തിത്തരണം. രണ്ട് ഭാഗത്ത് നിന്നും അവര് ചോദിക്കുന്ന ചോദ്യത്തിന് യുക്തിയുക്തമായി വസ്തുതകളോടുള്ള ബന്ധത്തിൽ തെളിവ് നൽകിയെങ്കിലേ ആ വാദം തെളിയിക്കാൻ കഴിയുള്ളൂ. അപ്പോ ദൈവം പറയണം, ഈ തൃത്വം എന്ന് പറഞ്ഞിരിക്കുന്ന പദം യുക്തിയുടെ കേന്ദ്രത്തിൽ നിന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളതല്ല. ദൈവ സ്നേഹം, യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന രക്ഷ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. യഹോവ സാക്ഷികൾ പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്നവരാണ്. അപ്പോ തൃത്വത്തെക്കുറിച്ച് ഇതേ രീതിയിൽ അവരോട് മറുപടി പറയാം. അവരംഗീകരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും സാവകാശത്തിലും മറുപടി പറയാൻ ഒരുങ്ങിയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ചോദ്യമുണ്ടോ? എനിക്കൊരു ചോദ്യം ഉള്ളത്, പാസ്റ്റർ പറഞ്ഞ അതിനകത്ത് അംശമായത് വന്നപ്പോൾ പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോ. അപ്പൊ സാധാരണ ഈ ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവര് ആ ഒരു വാക്യത്തെ പരിശുദ്ധാത്മാവുമായിട്ട് കോട്ട് ചെയ്ത് പറയാറുണ്ട്. അവര് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അംശമായിരുന്നതാണ്, എന്നാൽ പൂർണ്ണമായത് വന്നതെന്ന് പറയുന്നത് അവര് പറയുന്നത് വേദപുസ്തകം അന്ന് അച്ചടിച്ചിട്ടില്ലായിരുന്നു, പൂർണ്ണമായ ഭാഷയിൽ ബൈബിള് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അംശമായി നിന്ന പരിശുദ്ധാത്മാവ് മാറിപ്പോയി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അഭിഷേകവും അതിന്റെ ശക്തിയില്ലെന്ന് പലപ്പോഴായിട്ട് വാദിക്കാൻ അല്ല. അങ്ങനെ അവർ പറയുമ്പോൾ പ്രിൻസ് എടുക്കേണ്ടത്, ഒരാൾ ചോദിക്കുന്ന ചോദ്യം ദിസ് ഈസ് നോട്ട് സംതിങ് പേഴ്സണൽ, പൊതുവിൽ അറിയേണ്ടതാണ്.
അവരോട് പറയണം ആ വേദഭാഗം എടുക്കാൻ. ഓക്കെ, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ഞാൻ ഉദ്ധരിച്ചത്. പ്രിൻസും അത് തന്നെയാണല്ലോ പറയുവാൻ ഉദ്ദേശിച്ചത് അല്ലേ? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ പ്രവചനപരം, ജ്ഞാനം തുടങ്ങി എല്ലാം പറഞ്ഞ ശേഷം വായിക്കുന്നത് 8-ാം വാക്യം, സ്നേഹമോ ഒരു നാളും ഉതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഈ എന്നാ പ്രവചനപരം നീങ്ങിയത്? 2. എന്നാണ് ഭാഷാപരം നിന്നുപോയത്? 3. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഇത് 3ഉം പരസ്പര ബന്ധത്തിലുള്ളതാണ്. ഈ ചോദിക്കുന്ന വേർപാടുകാരോട് ചോദിക്കാം, ജ്ഞാനം എന്ന് നീങ്ങി? ജ്ഞാനം നീങ്ങിയോ? അന്ത്യകാലത്ത് വരുമ്പോൾ ജ്ഞാനം എപ്പോഴാണ് അത് നീങ്ങുന്നത്? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറും. ഇനി താഴോട്ടുള്ള ഭാഗം കൂടെ പറയണം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു. അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം അന്യഭാഷ എന്നുള്ളത് ശൈശവ ഭാഷയാണ്. അങ്ങനല്ല, ഇത് സാദൃശ്യമാണ്. പിന്നെ ശിശുവിനെ പോലെ ചിന്തിച്ചു, നിരൂപിച്ചു, പുരുഷനായ ശേഷം ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. പിന്നെയും ആ അംശം എന്നുള്ള ഭാഗം നോക്കുക. നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ. എപ്പോഴാണ്? യേശു വരുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ. ഇനി കണ്ണാടിയിൽ കടമൊഴിയായി കാണും. വൈകിട്ട് ഇവിടെ വരുന്നതിന് മുൻപ് കണ്ണാടിയിൽ നോക്കി തലമുടി ചീകിയവര് എത്ര പേരുണ്ട്? അല്ലെ, കണ്ണാടി നോക്കിയവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തിക്കോ. ശരി, ഞാനും കണ്ണാടി നോക്കിയിട്ടാ വന്നു. പണ്ടാണെങ്കിൽ ഒരുപാട് തലമുടി ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചൊക്കെ ഉള്ളു, പലതും പൊഴിഞ്ഞു പോയി. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ആരെയാ കണ്ടത്? ആരെയാ കണ്ടത്? അത് നിങ്ങളായിരുന്നോ? ചില കണ്ണാടി നോക്കിയാൽ നമ്മുടെ മോന്തയെന്നല്ല, മുഖം ഭയങ്കര ഭീതിയിലാകാണ്. എന്താ കാര്യം? നിങ്ങളുടെ മുഖത്തിന്റെ കുഴപ്പമാണോ കണ്ണാടിയുടെ കുഴപ്പമാണോ? ചില കണ്ണാടിക്ക് കുഴപ്പമുള്ള കണ്ണാടി ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ കണ്ടത് നിങ്ങളെയോ അതോ കടമൊഴിയാണോ? കടമൊഴി എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഒരു ഇമേജ്, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ, അത് നിങ്ങളാണോ? ആണോ? അല്ല. എന്താ അത്? അതിനാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, നാം കണ്ണാടിയിൽ കടമൊഴി എന്നവിടെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് നമ്മുടെ പ്രതിബിംബം മാത്രമാണ്, പ്രതിയുടെ റിഫ്ലക്ഷൻ മാത്രമാണ്. നിങ്ങളാണോ? ഇനിയെങ്കിലും മനസ്സിലാക്കണം, കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ രൂപം ആണ്. ഈ കണ്ണാടി വിരൂപമാണെങ്കിലോ, ഈ മോന്തയൊക്കെ, ഈ മൂക്കൊക്കെ ഈ എന്തുവാ 3Dയോ ഇങ്ങനെ എങ്ങാണ്ടൊക്കെയുള്ള ചില ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എന്ന് പറഞ്ഞുകൂടാ. ഈ ഇമേജിങ് ഒക്കെയോ ചിലരുടെ നീളവും രൂപവും ഒക്കെ വല്ലാതെ വിരൂപം ആക്കാൻ കഴിയും. അപ്പോ പ്രിൻസ് ഇവിടെ പറയുന്നത് സാദൃശ്യാർത്ഥത്തിലാണ്. അന്യഭാഷ, പ്രവചനം ഇതെല്ലാം ആവശ്യമാണ്. ഇനി അവരോട് പറയണം 14-ാം വാക്യം 1 കൊരിന്ത്യർ 14-ാം അധ്യായം കൊണ്ട് എടുക്കണമെന്ന് പറയണം കേട്ടോ. വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിലാണ് ഞാൻ പ്രവാചകന്മാരെ, പ്രവചനം, ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് വെള്ളിയാഴ്ചത്തേതിലെടുക്കും. എങ്കിലും ഇതിന് 14-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ 2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. ഇതിന്റെ അർത്ഥം ജ്ഞാനം നീങ്ങിപ്പോയി. ചോദിക്കുന്നവരോട് ചോദിക്കണം, ജ്ഞാനം നീങ്ങിയോ? ഇല്ലല്ലോ. അപ്പോ ഇത് താരതമ്യത്തിലാണ്. അന്യഭാഷ പറയേണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹത്തോടല്ല എങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ലെന്ന്. ദൈവം നൽകിയ കൃപ തെറ്റെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് പ്രയോജനമില്ലെന്ന്. ഇതുപോലെ വാദിച്ച അനേക ആളുകൾ
ഈ വിശ്വാസത്തിലേക്ക് വന്ന് തകർപ്പൻ ആത്മശക്തിയിൽ അന്യഭാഷ സംസാരിച്ച് ദൈവകൃപയെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴെന്തുവാ? ഇവർക്ക് മുൻവിധിയാണ്. യഹോവസാക്ഷികളാകട്ടെ, ഇവർ ജീവിക്കുന്ന മണ്ഡലം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ദേ ആർ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ഇഗ്നറൻസ്. 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ബ്രദറൻ, യു ഷുഡ് നോട്ട് ബി ഇഗ്നറന്റ് അബൌട്ട് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. നിങ്ങൾ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. 2, ദൈവികമായതിനെ ത്യജിക്കാനും ചോദ്യം ചെയ്യാനും ഇതിന്റെ പിന്നിൽ ദുരാത്മശക്തികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏദൻ തോട്ടത്തിലായിരുന്ന ആദാമിനെയും ഹവ്വായെയും പരീക്ഷിക്കാൻ, അവിടെ നിന്ന് പുറത്താക്കാൻ ആരാ ഇടയ്ക്ക് വന്നേ? ആരാ? പിശാച. അന്ന് പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്നെങ്കിൽ ഇന്ന് പിശാച് എടുക്കുന്ന വേഷം ഏതാ? 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. ഇത് മനസ്സിലാക്കണം. അവരോട് പറയണം, ശരി, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നു. തിരുവചനത്തിൽ എപ്പോഴാ ഭാഷാവരം നിന്നു പോകും? എപ്പോഴാ? പൂർണ്ണമായത് വരുമ്പോഴേ. താഴെ പറയുന്നു, ഇപ്പോൾ നാം അവനെ അംശമായി അറിയുന്നു. ആരെയാ? കർത്താവിനെ. ഇപ്പോൾ ഞാൻ ഇതുവരെ ഇത്രയും വർഷമായി 68 മുതൽ പാസ്റ്ററാ, ഇതുവരെ ആ യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട രൂപമോ യേശു എൻ്റെ അടുക്കൽ നിന്ന് വന്ന് സംസാരിച്ച രീതിയോ ഒന്നും ഞാൻ വ്യക്തിപരമായി കണ്ടില്ല. ചില ഉപദേശിമാരോ പ്രവാചകന്മാരോ ഒക്കെ പറഞ്ഞ്, ഞാൻ രാവിലെ ഇങ്ങനെ ദോശ തിന്നുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മോനെ, നീ ഇന്നിതൊന്നും ചെയ്യണ്ട. എന്നോട് ഇതുവരെ ഒന്നും അങ്ങനൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇയാളുടെ സംസാരം കേട്ടാൽ തോന്നും പരിശുദ്ധാത്മാവിനേക്കാൾ തിരക്ക് പിടിച്ചവനാ ഈ ശുശ്രൂഷകൻ. അതുകൊണ്ടാ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ദോശ തിന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ചെവി പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, നീ ഇതൊന്നും ചെയ്യും. അതൊക്കെ നമ്മുടെ ദൈവത്തെ കൊച്ചാക്കുന്ന പരിപാടിയാണ്. അന്നോ നമ്മേക്കാൾ എത്ര വലിയവനാ ദൈവമെന്ന് വിശ്വസിക്കുന്നവരൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. സത്യം. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സെമിനാരിൽ, പ്രസ്ബിറ്റേറിയൻ സെമിനാരി, വെസ്റ്റ്മിനിസ്റ്ററും വേറെ ബിബ്ലിക്കൽ സെമിനാരി, എന്നോട് പ്രസ്ബിറ്റേറിയൻസ് ബാപ്റ്റിസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നു, ശരിയാണോ? അന്യഭാഷ അത് പറയുന്നു. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിൽ, ഈ ഫിലദൽഫിയ, അമേരിക്കയിലെ പലയിടത്തുനിന്നും മലയാളികൾ വരും. ഞങ്ങളുടെ ഡോർമെറ്ററിയിൽ 15 പേരുള്ളത് ഞാൻ മാത്രമാണ് മലയാളി ഇന്ത്യക്കാരൻ, ബാക്കി 14 അമേരിക്കൻസ്. ഞാൻ അവിടെ ഒരു പേ ഫോണുണ്ട്. അവർ വിളിക്കുമ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കും. ഇവര് അതിനുശേഷം പറയുമേ I don't know man, what are you talking? Malayalam means, just like you have something in your mouth, some stones and then blah 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 blah. What is it? ഞാൻ ചോദിച്ചു, can you understand Malayalam? No. ഞാൻ പറഞ്ഞു, exactly speaking in tongues is like this. ഇതുപോലെ അന്യഭാഷ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ മലയാളം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനായി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മലയാളിയായി എനിക്കറിയാം ഈ അന്യഭാഷ എന്നുള്ളത്, അല്ലെ മലയാളം എന്നുള്ളത്. ഇതിന് വാക്കുണ്ടോ? അറിയാം, എല്ലാം അറിയാം. വെള്ളിയാഴ്ചത്തേക്ക് ബാക്കി അന്യഭാഷയോ വ്യാഖ്യാനമോ പ്രവചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചത്തേക്ക് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഫ്രീസർ വെച്ചിരിക്കുക, അല്ലേ റിസർവ് ചെയ്തിരിക്കുക ലൈവായിട്ട്. ശരി, തൃത്വത്തെക്കുറിച്ച് ഏതെങ്കിലും എന്നല്ല, ഇപ്പോൾ പഠിപ്പിച്ചതിനോടുള്ള ബന്ധത്തിൽ ഇവരോട് മറുപടി പറയാൻ തൃത്വത്തെക്കുറിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. നിങ്ങളെപ്പോലെ നല്ല വിദ്യാർത്ഥികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓക്കെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായി പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. കാരണം യേശു ക്രിസ്തുവിനെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇവരുടെ ഉപദേശം എന്താ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. യേശു ക്രിസ്തു യഥാർത്ഥ ദൈവം എന്ന് അവര് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവര് ഇതിനെ അംഗീകരിക്കാത്തത്.
മനസ്സിലാക്കാം. ഒരു 2 യഹോവസാക്ഷികൾ വേർപാടുകാരനായ ഒരു അച്ചായൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ യഹോവസാക്ഷികളെ കുറിച്ച് ഇവർക്ക് അച്ചായന് നന്നായിട്ടറിയും. ചോദിച്ചു, ഞങ്ങളുടെ ആളുകളോ ഉപദേശക്കാരാരെങ്കിലും ഇതിനടുത്തുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇതിനടുത്തൊരു 3-4 വീട്ടുകാരുണ്ടെന്നത്. ആദ്യത്തെ വീട്ടിൽ ചെന്ന് അവർ മുസ്ലിങ്ങളാണ്. അപ്പോൾ മനസ്സിലായി ഇയാളെ തെറ്റിച്ച. രണ്ടാമത്തെ വീട്ടിൽ ചെന്ന് അവരും മുസ്ലിങ്ങളാണ്. മൂന്നാമത്തെ വീട്ടിൽ ചെന്ന് അവരും മുസ്ലിങ്ങളാണ്. തിരിച്ചിവരെ ഈ വേർപാടുകാരനായ അച്ചായൻ്റെ അടുക്കൽ വന്ന് ചൂടായി പറഞ്ഞു. പിന്നെ മനുഷ്യനെ ഈ കളിയാക്കുന്ന പരിപാടിയിൽ അച്ചായൻ ശാന്തമായിട്ട് ഇതാ പറഞ്ഞ്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് കൂളായി നിന്ന് മറുപടി പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല. മേത്തനും യേശു ദൈവമല്ലെന്നാ പറയുന്നത്, നീയും അങ്ങനല്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവരും നിങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരവിടെ കയറിയതായില്ല. അതുകൊണ്ട് കൂളായി നിന്ന് പറയാം. നിങ്ങളുടെ ഉപദേശക്കാർ ചില ഇവിടെ ഉണ്ട്, അവരോട് ഇങ്ങനെ യേശു ദൈവമെന്ന് മുസ്ലിം പറയുന്നില്ല. മുസ്ലിങ്ങളെ കുറിച്ചാണ് നാളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. പിശാചിന്റെ ശക്തിയിലും ദുരുപദേശത്തിലും വലിയ സൈന്യം പോലാണ് അവർ പലതും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഫിലദൽഫിയയിൽ ഒരുക്കപ്പെട്ടാൽ മതി. നമുക്ക് കർത്താവിന് വേണ്ടി ചിലതിനെയൊക്കെ അടക്കാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും, നേടാൻ പറ്റും. ജോർജ്, അവരുടെ നാളത്തെ കുറിച്ചുള്ള പ്രത്യാശ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അവരും പറയുന്നു യേശു ക്രിസ്തു മടങ്ങി വരും, പിന്നെ മരണം ഉണ്ട്, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നൊക്കെ അവർ പറയും. പക്ഷെ അവര് പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്, ആ ഉയർത്തെഴുന്നേൽപ്പ് വരെ മനുഷ്യാത്മാവ് അബോധാവസ്ഥയിലാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്നവർ പറയുന്നുവെങ്കിലും യേശു ക്രിസ്തുവിനെ കൂടാതെ ഉയർത്തെഴുന്നേൽപ്പോ ന്യായവിസ്താരമോ പ്രതിഫലമോ എവിടെ? യേശുവിനെ നിഷേധിക്കുന്നത് നാം വായിച്ചത് 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. യേശുവിനെ നിഷേധിക്കുന്നവൻ ആര്? എന്താ? എതിർ ക്രിസ്തുവാണ്. പിന്നെ അവരെ കള്ളപ്രവാചകന്മാരുമാണ്. അവരെ നമുക്ക് സ്വീകരിപ്പാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 2:18-19 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കുമോ? 1 യോഹന്നാൻ 2-ാം അധ്യായം 18-ാം വാക്യം, അതുപോലെ തന്നെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അന്ത്യനാഴിക നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തിൽ അന്ത്യകാലത്ത്, അന്ത്യനാളിൽ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ലാസ്റ്റ് ഡേയ്സ്. എന്താ അന്ത്യനാൾ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ അന്ത്യനാളിന്റെ ആരംഭമായി. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, അന്ത്യകാലത്ത് സകല ഇടത്തിന്മേലും വേണ്ടി ആത്മാവിനെ പകരും. ഇത് യോവേൽ മുഖാന്തരം സംസാരിച്ചതാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവ്, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനോടുള്ള ബന്ധത്തിൽ അന്ത്യനാളിന്റെ ആരംഭമാണ്. ആ അർത്ഥത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലനും അന്ത്യനാഴിക എന്ന് പറയുന്നത്. ഇതുവരെയും യേശുക്രിസ്തു മടങ്ങി വന്നില്ല. ഇനിയും അതേ വായിച്ചതാരോ? യോഹന്നാൻ 2:20 മുതലുള്ള വാക്യം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായതുകൊണ്ടല്ല, നിങ്ങൾ അത് അറിയാലും ഭോഷ്ക് ഒന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ വ്യാജം. ഞാൻ പറഞ്ഞല്ലോ, ദുരുപദേഷ്ടാക്കൾ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന മണ്ഡലം 1 ഇഗ്നറൻസ്, അജ്ഞത, 2 ദുരാത്മാവ്, പിന്നെ വേറൊന്ന് ലൈസ്, വ്യാജമെന്നാണ്. പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ കള്ളം പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. ആദാമിനോട് ഹവ്വായോടും കള്ളം പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങൾക്ക് ഇത് തിന്നാം, കുഴപ്പമൊന്നും ഇല്ല, കള്ളമാണ്. ഇതുപോലെ യേശുവിനെ കുറിച്ചും അത് സത്യോപദേശമോ ദുരുപദേശമോ എന്നുള്ളതിന്റെ
മാറ്റുരയ്ക്കുന്ന കല്ല് യേശുവിനെ അവരെങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ്. അടുത്ത വാക്യം കൂടെ വായിച്ചേ, ഞാൻ പറഞ്ഞതിന്. നിങ്ങൾ സത്യം അറിയായതുകൊണ്ടല്ല, നിങ്ങൾ അതറിയാലും 22 യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. അപ്പോ അവരുടെ ഭാവി പ്രത്യാശ എന്ത്? അവർക്ക് തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർ പറയുന്നുവെങ്കിലും യേശുവിനെ നിഷേധിക്കുന്ന ഒരുവൻ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ, അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. അവന്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിയും. അവര് ജീവിതത്തിൽ നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ദുരുപദേശം എന്ന് പറയും. അവർക്ക് ആശയ്ക്ക് വകയില്ല. അവര് പറയും ഞങ്ങൾക്ക് ഭാവിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ല സമത്വ സുന്ദരമായ ഭാവി. എന്തോ ഭാവിയാവുള്ളൂ? അങ്ങനെ ഒരു സമത്വ സുന്ദരമായ ഭാവി അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി കിട്ടാൻ പോകുന്നില്ല. യഹോവസാക്ഷികളോട് അതാ പറയണം, യേശുവിനെ കൂടാതെ പോകുന്നവൻ നാശത്തിലേക്കാണ് പോകുന്നത്. ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച് അവര് പറയുന്നത് യേശു ദൈവം അല്ല, പിന്നെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കാരണം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യവും 18-ാം വാക്യവും ആണ് അവര് അതിന് തെളിവായി എടുക്കുന്ന ഒരു ഭാഗം. നിങ്ങളൊന്ന് എടുക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകും. സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ. ഇനി 18-ാം വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകും. അപ്പൊ യേശു ആരാ? ആദ്യ ജാതൻ, ഉള്ളി ബിഗോട്ടൻ, ജനിപ്പിക്കപ്പെട്ടവനെന്ന് അവര് പറയും. അങ്ങനല്ല ഇതിന്റെ അർത്ഥം. യേശുവിനെ കുറിച്ച് പല വിശേഷണ പദങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തൻ എന്ന് ആണ്. ഒറിജിനൽ ബ്രിങ്ങർ ഫോർത്ത് ഓഫ് എവറിഥിങ്, എല്ലാറ്റിനെയും സൃഷ്ടിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി യേശുക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പോ നോക്കുക, 3-ാം നൂറ്റാണ്ടിലും മറ്റും ഏരിയസ്, അറിയൂസ് പക്ഷക്കാരെന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ, അവർ പറഞ്ഞു യേശു സാക്ഷാൽ മനുഷ്യനാണ്, ദൈവമല്ല. തൃത്വോപദേശത്തെ കുറിച്ച്. അപ്പോൾ ക്രിസ്തീയ സഭ നിൽക്കുന്നുവോ തകരുന്നുവോ എന്ന്, താഴുന്നുവോ എന്നതിന്റെ അടിസ്ഥാനം യേശു ആര് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. യേശു സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാണ്. യേശു ദൈവം മാത്രമാ, മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ അതും ദുരുപദേശമാണ്. യേശു ദൈവമാണ്, മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ അതും ദുരുപദേശം. ഇത് രണ്ടും ദൈവപുത്രനായ യേശു. പുത്രൻ എന്നുള്ളത് ഇപ്പൊ മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് കൂടെ വരുമ്പോൾ പിതാവും പുത്രൻ, പുത്രൻ എന്നുള്ളത് പറയുമ്പോൾ പുത്രന് പിതാവുണ്ടെങ്കിൽ പുത്രന്റെ അമ്മയാരാ? മുസ്ലിങ്ങളോട് ചോദിക്കുന്നുണ്ട്, യേശു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭാര്യ മറിയായിരുന്നോ എന്ന് ചോദിക്കുന്നവരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുമല്ലോ ഇബിലീസിന്റെ മക്കളെന്ന്, പിശാചിന്റെ മക്കളെന്ന് പറയുമല്ലോ, അപ്പൊ പിശാചിന്റെ ഭാര്യ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയാം ആ അർത്ഥത്തിലല്ല. അപ്പൊ ഭാര്യയിൽ നിന്ന് ജനിച്ച ആളെന്നാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലല്ലോ, ആ വ്യക്തിയുടെ ഇഷ്ടം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോ ആത്മാവ് ഉറങ്ങുന്നെന്നാ പറയുന്നത്, അങ്ങനല്ല. ആത്മാവ് അബോധാവസ്ഥയിലാകുന്നുവെന്ന അങ്ങനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം, വെളിപ്പാട് പുസ്തകത്തിൽ നാം ക്രിസ്തുവിൽ വിശുദ്ധന്മാർ മരിച്ചു കഴിഞ്ഞിരുന്നാൽ അവരെവിടെയാ? ഉറക്കം എന്ന് മാത്രമല്ല, വിശ്രമം എന്നാണ്. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു, അടക്കപ്പെട്ടു. മരണത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ട്. മരണത്തിന് ശേഷം ശരീരം ഇവിടെ കിടക്കുന്നുവെങ്കിലും നമ്മുടെ ആത്മാക്കൾ ദൈവസന്നിധാനത്തിൽ വിശ്രമിക്കുകയാണ്. പരസ്പരം കാണാൻ തക്കവണ്ണം കഴിയും, അല്ലാതെ ഉന്മൂലനാശമല്ല. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം
ഇതെല്ലാം വായിക്കുന്ന സമയത്ത് എന്താണ്? ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവര് ഉയർത്തെഴുന്നേൽക്കും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്, അല്ലേ? ഭൗതിക ശരീരം ഉണ്ടല്ലോ. അതുപോലെ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. വേദപുസ്തകം തർക്കത്തിനതീതമായി പ്രസ്താവിക്കുന്ന ശക്തമായ പ്രഖ്യാപനമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. ഈ ആയുസ്സിൽ മാത്രം വച്ചിരിക്കുന്നതല്ല. അപ്പൊ യേശുക്രിസ്തു ദൈവം എന്ന് വിശ്വസിച്ചാൽ രക്ഷയും. ഇത് വിശ്വസിക്കാത്തവന്റെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ സ്നാനം, നാം വിശ്വസിക്കുന്ന ആത്മീക ദാനങ്ങൾ, കൃപാവരങ്ങൾ, ഇതൊന്നും അവര് വിശ്വസിക്കുന്നവരല്ല, അതിനെ നിഷേധിക്കുന്നവർ. അപ്പോ പുത്രനില്ലാത്തവന് പിതാവില്ല, പിതാവില്ലാത്തവന് പുത്രനുമില്ല. ഇവരുടെ ഭാവി എന്ത്? അവരോട് പറയണം, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, അല്ലേ? കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവരും ആരാണ് ഈ കുഞ്ഞാട്? ആരാ? യേശുക്രിസ്തു, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട്. അപ്പൊ ഇവരുടെ സുവിശേഷം 1 ഇത് പറയണം, 2 ഇവർക്കായി പ്രാർത്ഥിക്കണം. പൗലോസ് സുവിശേഷം പറയുമ്പോൾ സെർഗിയോ പൗലോസ് എന്ന് പറഞ്ഞ ദേശാധിപതി ഇവന്റെ വിശ്വാസം തടുത്തു കളയാൻ ഭാവിച്ചപ്പോൾ ആത്മാവ് നിറഞ്ഞവനായി, ഹേ പിശാചിന്റെ മകനെ, സകല അനീതിയും നിറഞ്ഞവനെ എന്ന് പറഞ്ഞ് പൗലോസ് ശാസിച്ചില്ലേ? അപ്പോ ഇങ്ങനെയുള്ള ആളുകളോട് എതിർക്കാൻ മാത്രമല്ല, ഇവരെ സുവിശേഷത്തിലേക്ക് നയിക്കാൻ ആത്മാവിന്റെ ശക്തിയും വേണം. ആത്മാവ് രഹസ്യങ്ങളെ അറിയുന്നു, ആഴങ്ങളെ അറിയുന്നു. ഈ ഉപദേശത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്? ദുരാത്മാവാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദുരാത്മാവ് വന്നാലോ അസത്യത്തിലേക്കും വഴി നടത്തും. അപ്പൊ ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള വീര്യം, അതിനുവേണ്ടിയുള്ള ധൈര്യം ഒക്കെ നൽകുന്നത് ഏതിൽ നിന്നാണ്? ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായി 33,82,000 ഏതാണ്ട് 82 കണക്കനുസരിച്ച് 34 ലക്ഷം വിശ്വാസികൾ ഇവർക്കുണ്ട്. ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇല്ലില്ല, പണം കൊടുക്കാൻ ആളുള്ളതല്ല, പണം ഇവര് തന്നെ ശേഖരിച്ച് കണ്ടെത്തുന്നത്. അവരുടെ ഒരു നല്ല വർക്കർ ആണെങ്കിൽ ഒരു മാസം 90 മണിക്കൂർ ഈ സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്തിരിക്കണം. ഫുൾ ടൈം വർക്കേഴ്സ് എന്ന് പറഞ്ഞിരുന്നാൽ അവരാരും പെയ്ഡ് വർക്കേഴ്സ് അല്ല. അവരുടെ ജോലിക്കാരനോ സുവിശേഷകനായിട്ടോ ഒരാളായി കഴിഞ്ഞിരുന്നാൽ സ്വമേധയാ പ്രവർത്തനം, അതിനുവേണ്ടി എരിവുണ്ട്, അവരതിനുവേണ്ടി ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ മോർമോൺസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, കേട്ടിട്ടുണ്ടോ? ചർച്ച് ഓഫ് ദ ലാറ്റർ ഡേ സെയിൻസ്. ജോസഫ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാളാണിത് കണ്ട് പിടിച്ചത്. അദ്ദേഹം ചില തകിടൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞു. മോർമോൺസ് ഒക്കെ ഈ ആരേത് വംശത്തിൽ നിന്ന് അമേരിക്കയിലോട്ട് വന്നവരാണെന്നും പിന്നെ യേശുക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അമേരിക്ക വന്നെന്നുമാണ് ഈ മോർമൻ പ്രസ്ഥാന സ്ഥാപകൻ ആയ ജോസഫ് സ്മിത്തിന്റെ ആളുകൾ പറയുന്നത്. അവര്, ഞാൻ ആദ്യ ദിവസം പറഞ്ഞു, സൈക്കിളിൽ ഓരോ വീടുകൾ തോറും കയറിറങ്ങി ഒരു ട്രാക്ട് കൊടുക്കും. എന്തുവാ? വാച്ച് ടവർ ആൻഡ് ട്രാക്ട് സൊസൈറ്റി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് എത്ര നാളായി യേശുക്രിസ്തു മാത്രം രക്ഷകൻ എന്ന് ഒരു പേജിലുള്ള ഒരു ട്രാക്ട് നിങ്ങളുടെ അയൽവാസിയായ വ്യക്തിക്ക് കൊടുത്തിട്ട് എത്ര നാളായി? നമ്മുടെ സഭയിലെ ആളുകൾ, നമ്മുടെ വിശ്വാസികൾ, സഹോദരിമാർ,
യഹോവാസാക്ഷികളായ പ്രവർത്തകർ സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? മഞ്ഞുകാലത്തും അവർ കയറി ഇറങ്ങും. നമുക്കേ ഉള്ളു തണുപ്പ്. ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂയോർക്കിൽ അന്ന് 79, 80, 81 ഫിലദൽഫിയയിൽ ഹാറ്റ്ഫീൽഡിലൊക്കെ താമസിക്കുകയോ പഠിക്കുകയോ ചെയ്ത സമയത്ത് അവരുടെ സ്ത്രീകളും മഞ്ഞുകാലത്ത് കോട്ടിട്ടുണ്ട്, ട്രാക്ടർ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, സമ്മറിലും ഇറങ്ങിയിട്ടുണ്ട്. ദുരുപദേഷ്ടാക്കൾ ഏത് വിലയും കൊടുക്കാൻ തയ്യാർ. അവര് സന്നദ്ധരാണ്. അവർക്കതിന് വീര്യമുണ്ട്. അവർക്ക് വീര്യം പകരുന്നത് ദൈവാത്മാവല്ല, ദുരാത്മാവ്. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ഏത് ശക്തിയോടും കൂടെ ഇലക്ഷൻ അവസാനിക്കാറാകുമ്പോഴത്തേക്ക് രാത്രിയും പകലും ആളുകൾ കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന കണ്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലും എല്ലാ പാർട്ടിക്കാരും വന്നിട്ടുണ്ട്. ചിലരെ ഭീഷണിപ്പെടുത്തിയ ആളുകൾ വോട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അവർക്ക് അതിനുവേണ്ടി വീര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന ഇത്രയും ആളുകൾ മതി. യേശുക്രിസ്തു മാത്രം രക്ഷകനെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശരി. യേശുവിൽ വിശ്വസിക്കാത്ത എല്ലാവരും നിത്യനാശത്തിലേക്ക് പോകും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടും. അങ്ങനെങ്കിൽ നാം കാണുന്ന ഇവർ നിത്യനാശത്തിൽ പോകാൻ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ ഇവർ വഞ്ചിക്കപ്പെട്ടിരിക്കുക അല്ലേ? ഡിസപ്ഷൻ. പിശാചിന്റെ തന്ത്രം എന്താ? വഞ്ചിക്കുകയാണ്. അത് സ്നേഹരൂപത്തിലാണ്, ആകർഷക രൂപത്തിലാണ് പിശാച് പ്രസന്റ് ചെയ്തത്. കാണാൻ കൊള്ളാം, തിന്നാൻ നല്ലത്. ആകർഷകമായ രൂപത്തിലല്ലേ പിശാച് ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ നിന്നും യഹോവ സാക്ഷികൾ പ്രചരിപ്പിക്കുന്ന ദുരുപദേശം ചത്തു കഴിഞ്ഞാൽ പിന്നെ മരണത്തിൽ നീ ചെല്ലുന്ന പാതാളത്തിൽ ഏതെല്ലാം ഇല്ല, ഇതൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നിന്റെ കൂടെ എത്രയും ആളുകളെ പിടിച്ചാക്കാമോ അതിനുവേണ്ടി ഞങ്ങളുടെ പാർട്ടി ബലം കാണിക്കണം. ആ വീറും ആ ശൗര്യവും ആ ഉത്സാഹവുമാണ് അവർക്കുള്ളത്. ഇതുവരെ പറഞ്ഞു മരണത്തിൽ, മരണാനന്തര ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇവര് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആത്മാവിനെ കാണാമോ? ദൈവം ആത്മാവാകുന്നു. ആത്മാവിന് രൂപമുണ്ടോ? ഉണ്ട്. ആത്മാവാകുന്ന രൂപമുണ്ട്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യന്റെ അവസ്ഥ പൂർണ്ണമായിരുന്നോ? ആയിരുന്നല്ലോ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ആത്മാവിന് രൂപമുണ്ട്. ഏത് രൂപമാ? ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രൂപം ഇന്ന് നാം മനസ്സിലാക്കുന്ന, സങ്കല്പിക്കുന്ന ഏതെങ്കിലും മനുഷ്യരൂപത്തെക്കാൾ അതീതമാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് എനി ഹ്യൂമൻ ഫോം എന്ന രൂപമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കറുത്തവനാണോ വെളുത്തവനാണോ, സ്ത്രീയുടെ രൂപമാണോ പുരുഷന്റെ രൂപമാണോ? ദൈവത്തെ കണ്ടാൽ കേരളക്കാരനെ പോലിരിക്കുമോ, തമിഴിനെ പോലിരിക്കുമോ, ചൈനക്കാരനെ പോലിരിക്കുമോ, പിന്നെ ഒറിജിനൽ അമേരിക്കക്കാരനെ പോലിരിക്കുമോ? ആരെ പോലിരിക്കും ദൈവം? എന്താ? തോട്ടക്കാരനെ പോലെ പറഞ്ഞാൽ അവന്റെ രൂപം ഏതാ? ഓക്കെ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യരൂപം പോലുള്ള രൂപമാണ്, അല്ലെങ്കിൽ ദൈവരൂപത്തിലാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യം, കണ്ണാടിയിൽ കടമൊഴിയായി ദൈവത്തിന്റെ പ്രതിമയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇന്ന് വൈകിട്ട് നിങ്ങൾ നോക്കിയ രൂപം നിങ്ങളായിരുന്നോ? ജോർജ്? തിയോളജി, ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രിസൈസ്. എന്നെ പോലായിരുന്നു. ജോർജ് ബുദ്ധിമാനാണ്, അത് പറഞ്ഞ് ശരിയാണ്. ഇപ്പൊ ജോർജ് ആയിരുന്നോ കണ്ണാടിയില്? അത്രയും സമ്മതിച്ചാണ്. ഇത് ഒന്ന് യാഥാർത്ഥ്യം നമ്മളല്ല, നമ്മുടെ രൂപം.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ആദാം ദൈവമായിരുന്നില്ല, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ രൂപത്തിൽ. ആത്മാവിന് രൂപം ഉണ്ട്. ഓക്കെ, അവന്റെ ഭക്തന്മാർ അവനെ കാണും, ഇല്ലേ? ദൈവം അബ്രഹാമിന്റെ അടുക്കൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ഇറങ്ങി വന്നു. ഏത് രൂപത്തിലാ? മനുഷ്യരൂപത്തിൽ ആയിരുന്നു. ദൈവത്തിന് മനുഷ്യന്റെ അടുക്ക് വരാൻ പറ്റും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ ഡെഫിനറ്റ്ലി മനുഷ്യന്റെ അടുക്കൽ ഇറങ്ങി വരിക. അവന്റെ അടുക്ക വന്നു, അവിടെ ഇരുന്നു, ഭക്ഷിച്ചു, സംസാരിച്ചു, കയറിപ്പോയി. എവിടെയാണ് ദൈവത്തിന്റെ സിംഹാസനം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. ഓക്കെ, സോദോം ഗൊമോറയിലേക്ക് അബ്രഹാം മധ്യസ്ഥത അണയ്ക്കാൻ ചെല്ലുമ്പോ ദൈവത്തോട് സംസാരിക്കുന്നു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. യേശു പറഞ്ഞു, അബ്രഹാമിന് മുൻപേ ഞാൻ ഉണ്ട്. അന്നേരമായി ഇവനെ കല്ലെറിയാൻ തുടങ്ങിയത്. നീ കൊച്ചനാ, ഇപ്പൊ 50 വയസ്സ് പോലും ആയിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ വല്യപ്പൻ അബ്രഹാമിന് മുമ്പേ നീ ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അപ്പൊ യേശുവിന് എത്ര വയസ്സുണ്ട് എന്നാ? യേശുവിനെ കുറിച്ച് പറയുന്ന ലോകസ്ഥാപനത്തിന് മുൻപ് അറക്കപ്പെട്ട കുഞ്ഞാടെന്നാ. അന്ന് മുതലേ അറുത്ത് നിൽക്കുകയാണോ? അല്ല, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയിൽ, ദൈവിക പരിപാടിയിൽ എഴുതിയിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു. യാദൃച്ഛികമല്ല ഇതൊന്നും, ദൈവം അറിയുന്നു. അപ്പൊ ആത്മാവിന് രൂപം ഉണ്ട്. ഉദാഹരണം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ആത്മാക്കൾക്ക് രൂപമുണ്ടോ? ആത്മാവിന് സംസാരിക്കാമോ? ആത്മാവിന് കാണാമോ? വാക്യം കണ്ടിട്ടുണ്ടോ? വാക്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നില്ല. ഒന്നെടുത്തൊരു വേഗം ജോർജ് വായിക്കാമോ? മലയാളത്തിൽ വായിക്കാമോ? ഇതാ, ഞങ്ങൾ അയൽക്കാരാ കേട്ടോ, അതുകൊണ്ടാണ് ജോർജിനോട് ഇത്ര സ്നേഹം. ഞാൻ പറഞ്ഞുതരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അറുക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ കണ്ടു. വായിക്കണം. കണ്ടു. അപ്പൊ ഈ ആത്മാവിന് സംസാരിക്കാമോ? സംസാരിക്കാം. നമ്മൾ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ മറന്നു പോകത്തില്ല. നമ്മുടെ ശരീരം ഇവിടെ കിടക്കുന്നെങ്കിൽ നമുക്ക് കോൺഷ്യസ് സംസാരിക്കാൻ. ഉടനെ എന്ത് പറയുന്നു? നിലയങ്കിയും കൊടുത്തു. ആത്മാവിന് രൂപമുണ്ട്, ആത്മാവിനെ കാണാം, ആത്മാവിന് സംസാരിക്കാം, ആത്മീയ ശരീരത്തിൽ ഇടാൻ ആത്മീയമായ അങ്കിയും കൊടുക്കും. മതി. അപ്പോ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് രൂപം ഇല്ല എന്നല്ല. ആ രൂപം ഇന്ന് നാം കാണുന്ന ഏത് മനുഷ്യന്, സ്ത്രീയുടെയോ പുരുഷന്റെയോ രൂപത്തെക്കാൾ അതീതമാണ്. ആഫ്രിക്കക്കാരൻ എങ്ങനെയുള്ള ദൈവത്തെയാണ് വേണ്ടത്? നിങ്ങൾ പറഞ്ഞു. ആഫ്രിക്കക്കാരൻ വെള്ളക്കാരൻ ദൈവത്തെ അവന് വേണം. ഈ ദൈവത്തെ ആയിരിക്കും ഇഷ്ടം? അവന്റെ നിറത്തിലുള്ള നമ്മൾ തന്നെ നമ്മുടെ ദൈവത്തെ കുറിച്ച്, നമ്മുടെ ലീഡറോ നമ്മുടെ ദൈവം എങ്ങനെയായിരുന്നാൽ കൊള്ളാമെന്ന മലയാളികളുടെ താല്പര്യം. എങ്ങനെയായിരുന്നാൽ കൊള്ളാമെന്നാണ്. എന്താ പറയുന്നത്? തങ്കച്ചപ്രദം എന്താ പറയുന്നത്? നമ്മുടെ പോലുള്ളവരാണ്. തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ ഇതിന് എല്ലാം അതീതമായിട്ടാണ് ദൈവത്തിന്റെ രൂപം. അതുകൊണ്ടാണ് ദൈവം ആത്മാവാകുന്നു എന്ന പദം അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രൂപമുണ്ട്. ഇനി ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ രൂപം എങ്ങനെയായിരിക്കും?
എങ്ങനെയായിരിക്കും? ഇന്നത്തെ ഇതിന് എന്തെല്ലാം രൂപത്തിന് രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ വേണമോ അതെല്ലാം ഉള്ള രൂപത്തിൽ ആയിരിക്കും. ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ചെല്ലു പറയും, ഉയർത്തെഴുന്നേൽപ്പിൽ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഈ പഴയ പല്ലും, എൻ്റെ ഭാഷയിൽ പറഞ്ഞു, മധുവിൻ്റെ പിതാവൊക്കെ നാളുകൾക്ക് മുമ്പ് മരിച്ചു, മധുവിൻ്റെ അമ്മ വിസ്മയുടെ ഉണ്ടല്ലോ. അപ്പോൾ അടക്ക ശുശ്രൂഷയ്ക്ക് ഞാനും ഉണ്ടായിരുന്നു. ഈ പഴയ ആളാണോ, പഴയ രൂപം, ഈ ഒരു ബുദ്ധിമുട്ടോ, ഈ പഴയ പല്ലോ എന്തുവാ, ഇന്ന് അസ്ഥിയൊക്കെ തേഞ്ഞ് പോയി ഒരുപാട് പേരും ഈ തേഞ്ഞ മുട്ട് വെച്ചൊക്കെയാണ് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നത്. അല്ല, ഇത് കുറെ വർഷം കഴിയുമ്പോൾ ഈ എല്ലൊക്കെ ദ്രവിച്ചു പോകത്തില്ലേ? പോവുമല്ലോ. ഈ രൂപം ഇവിടെ ബ്രാൻഡ് ന്യൂ പറഞ്ഞു വിതയ്ക്കുന്നു. വിതച്ച വിത്തും അതിൽ നിന്ന് മുളച്ചു വരുന്നതായിട്ടുള്ള ആ വൃക്ഷവും തമ്മിൽ രൂപത്തിന് സാദൃശ്യമില്ല, പക്ഷെ കണ്ടിന്യൂറ്റി ഉണ്ട്, തുടർച്ചയുണ്ട്. അല്ലേ? ഇതുപോലെ ആയിരിക്കും നമ്മുടെ പുത്തൻ ശരീരം. ഇന്നത്തെ ഒരു വിരൂപമായ അവസ്ഥയിലും ഒരു ബലഹീനതയുമില്ല, ഒരു അപൂർണതയുമില്ല. അതാ പറഞ്ഞാൽ ഇപ്പോൾ അംശമായി അറിയുന്നു, നാം അവനെ കാണുമ്പോൾ എന്താ, പൂർണ്ണമായി പൂർണ്ണ രൂപത്തിൽ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഈ യേശുവിനെ അറിയുവാൻ, പിതാവായ ദൈവത്തിൽ കൂടെ കർത്താവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്ര വലുതെന്ന് അനുഭവിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലും. യേശു പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളെ പോലെയുള്ള നമുക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു സഹോദരൻ ചോദിച്ചു, ഞാൻ ഇത് ശബദുകാരെ കുറിച്ച് നാളെ ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ പറയും. ശബത്തിലെ അഡ്വന്റിസ്റ്റ്, ആ അഡ്വന്റിസ്റ്റ് അതും ഒരു യഥാർത്ഥ ക്രിസ്തീയ സഭയല്ല, അതും ഒരു കൽത്താണ്. അവർക്കും ഒരിക്കലും പിശാച് 100% കള്ളം പറയത്തില്ല. അത് നിങ്ങൾക്കറിയാമോ? ഒരു 80% കള്ളവും 20% സത്യവും കൂടെ പറയത്തുള്ളൂ. എന്നാലേ ആളുകൾ വിശ്വസിക്കത്തുള്ളൂ. പരിശുദ്ധമായ കള്ളം പറയുന്നവരാരുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 100% കള്ളം പറയത്തില്ല. ചിലരോട് ചോദിക്കും, പാലിൽ വെള്ളം ചേർത്തോ? ചിലർ പറയില്ല സാറേ, വെള്ളത്തിൽ പാല് ചേർത്തേ. പാലിനകത്ത് വെള്ളം ചേർത്തില്ല, പിന്നെ എന്ത് ചെയ്തു? വെള്ളത്തിനകത്ത് ഇതാ ഭോഷ്കം. പിശാച് നമ്മളെ വഞ്ചിക്കാനുള്ള തന്ത്രമാണ്. യഹോവ സാക്ഷികൾ ഇതിന്റെ പിന്നിൽ വ്യാജമുണ്ട്, അജ്ഞതയുണ്ട്, മുൻവിധിയുണ്ട്, ദുരാത്മശക്തിയുണ്ട്. ഇതിനെ കീഴ്പ്പെടുത്താൻ സത്യത്തെ വെളിപ്പെടുത്തണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കി. 2, അവർക്കായി പ്രാർത്ഥിക്കണം. 3, അവരെ സ്നേഹിക്കണം. എന്തുവാ? മനസാക്ഷി തഴപ്പിച്ചു പോകാം. പിശാചിന്റെ കണിയിലാകപ്പെട്ടവരാകിയാൽ അവരെ നല്ലതുപോലെ പഠിപ്പിച്ചെങ്കിൽ ഇതിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യമാകൂ. നാം നമ്മുടെ ഉപദേശത്തിൽ നന്നായി ഉറച്ചിരിക്കും. ശരി, യഹോവസാക്ഷികളോട് ഉപദേശം പറയാൻ എത്ര പേര് തയ്യാറാ? പേടിയാണോ? അല്ല, ധൈര്യത്തോടെ പറയണം. യേശു മാത്രം. ഇത്ര നിങ്ങൾക്ക് അധികമൊന്നും വാദിക്കാൻ അറിയത്തില്ലെങ്കിലും യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. യേശു സാക്ഷാൽ ദൈവമാണ്. ആ യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് മുൻപേ ഞങ്ങളാ യഹോവ സാക്ഷികളായി നിങ്ങൾ തുടങ്ങിയിട്ട് 1842 ആയുള്ളൂ. ഞങ്ങളൊക്കെ അതിന് മുൻപേ തുടങ്ങിയവരാന്ന് പറഞ്ഞു. അല്ലേ? അതാണ് സത്യം. ആയാൽ ദൈവത്തിന്റെ വചനം നന്നായി ധ്യാനിച്ച് പഠിച്ച് ദുർവ്യവസ്ഥാക്കളെയും വിശ്വാസത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഇടയായി തീരണം. പശ്ചാത്തലത്തിൽ മുന്നോട്ട് വരണം. ഇന്ന് രാത്രി കടന്നു വന്ന നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. അനേക ആളുകൾ ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി ജീവിക്കുമ്പോൾ സത്യോപദേശത്തെ യഥാർത്ഥമായി വിശ്വസിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. കൈകൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം കരയറ്റിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്